വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ആമേൻ. ആ വാക്യങ്ങൾക്കായി നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പോരാ, ശബ്ദമുയർത്തി സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുക. ഇനി ദയവായി ആരും വേദപുസ്തകം വായിക്കാതെ ഞാൻ ഈ പറയുന്ന സന്ദേശം ശ്രദ്ധിക്കുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ഐഹിക ജീവകാലത്തിൻ്റെ പരിസമാപ്തിയിൽ വിരിച്ചൊരുക്കിയൊരു മുറിക്കകത്ത് അന്ത്യത്താഴത്തിന് പെസഹ ആചരണത്തിന് ശിഷ്യന്മാരുമായി സമ്മേളിക്കുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-14 അധ്യായങ്ങളിലായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. 13-ാം അധ്യായത്തിൽ യേശു കർത്താവ് അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു, തൻ്റെ മഹത്വത്തിൻ്റെ മേൽവസ്ത്രം ഊരി മാറ്റി അരയിലൊരു തുവർത്തെടുത്ത് ചുറ്റി പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ്. 14-ാം അധ്യായത്തിൽ അതിപ്രധാനമായ ചില വാഗ്ദത്തങ്ങൾ അവർക്ക് കൈമാറുന്നു. അതിൽ ശ്രദ്ധേയമായ 3 വാഗ്ദത്തങ്ങൾ. ഒന്ന്, നിത്യതയെക്കുറിച്ചുള്ള വാഗ്ദത്തമാണ്. 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ വായിക്കേണ്ട. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടുന്നതിന് വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതാണ് ഒന്നാമത്തെ വാഗ്ദത്തം, നിത്യതയെക്കുറിച്ചുള്ള വാഗ്ദത്തമാണ്. രണ്ടാമത്തെ വാഗ്ദത്തം പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തമാണ്. 14-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിനവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. രണ്ടാമത്തെ വാഗ്ദത്തം പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തമാണ്. മൂന്നാമത്തെ വാഗ്ദത്തമാണ് നാം വായിച്ച 27-ാമത്തെ വാക്യം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഈ വാക്യം നമുക്കൊന്ന് സുവ്യക്തമാകപ്പെടേണ്ടുന്നതിന് രണ്ടായി ഞാനതിനെ വിഭജിക്കുകയാണ്. ഒന്ന്, യേശു പറയുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ 14-ാം അധ്യായത്തിലെ ഈ മുറിക്കകത്തെ കൂട്ടായ്മ കഴിഞ്ഞ് അവസാനം യേശു പറയുന്നു, എഴുന്നേൽപ്പീൻ, നാം പോകാം. അങ്ങനെ ഗെത്സമനിയെ ലക്ഷ്യമാക്കി യേശു നടന്നു പോകുമ്പോൾ ഇടവഴികളിൽ പറഞ്ഞ പ്രബോധനങ്ങളാണ് 15-16 അധ്യായങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്ന് തുടങ്ങുന്ന ഭാഗങ്ങൾ. 17-ാം അധ്യായം യേശു കർത്താവ് കിദ്രോൻ തോട് കടന്ന് ഗെത്സമന തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപ് ആ വഴിയരികിൽ എവിടെയോ നിന്ന് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അധ്യായമാണ്. അപ്പൊ യേശു കർത്താവ് കഴിഞ്ഞ 3.5 വർഷമായി നിഴലുപോലെ സന്തത സഹചാരികളായി തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ വാത്സല്യ ശിഷ്യന്മാരെ വിട്ട് അല്പസമയത്തേക്ക് മരണത്താൽ മാറ്റപ്പെടാൻ പോകുകയാണ്. ആ ശുശ്രൂഷയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒരു പേര് കൊടുക്കാം, അതൊരു വിടവാങ്ങൽ ശുശ്രൂഷയാണ്. യേശുവിന് മാത്രമേ അറിയൂ ഇവരിൽ നിന്ന് താൻ മരണത്താൽ അല്പസമയത്തേക്ക് മാറ്റപ്പെടാൻ പോകുന്നു എന്ന്. ശിഷ്യന്മാർക്ക് അത് അറിഞ്ഞുകൂടാ.
ആ ബോധ്യമുള്ള കർത്താവ് അവരോട് പറയുകയാണ്, ഞാൻ പോകുകയാണ്. പക്ഷെ ഞാൻ പോകുമ്പോൾ പകരം വയ്ക്കാനില്ലാത്തൊരു സമ്മാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുകയാണ്. ഏതാണ് ഞാൻ തന്നേച്ചു പോകുന്ന സമ്മാനം? സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്നോട് ചേർന്ന വാക്കിന് ആമേൻ പറയാൻ ഈ രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? രണ്ടാമത്തേതാണ് നാം അല്പനിമിഷം നിന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏത് സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നത്? എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. സഹൃദയരെ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് എന്താണ് അർത്ഥമാക്കുന്നത്? വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു 100% ഈ ഭൂമിയിലായിരുന്നപ്പോൾ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. ഭാഗിക മനുഷ്യനും ഭാഗിക ദൈവവുമല്ല, 100% പൂർണ്ണ മനുഷ്യനും 100% പൂർണ്ണ ദൈവവുമായിരുന്നു. ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ നമ്മേക്കാൾ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിത്വ വിശേഷമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4:15 വായിക്കുന്നത്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും, അടുത്തൊരു ആമേൻ പറഞ്ഞു പറയേണ്ടതാണ്, നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു. എത്ര പേർക്ക് നല്ലൊരു സ്തോത്രം മനസ്സ് നിറഞ്ഞു പറയാൻ കഴിയും? പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി നമ്മുടെ കർത്താവ് പരീക്ഷിക്കപ്പെട്ടു. സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോ, ഞാൻ ഒരിക്കല് ദീർഘദൂര യാത്രകള്, ഉറക്കളപ്പ്, ചില വേദികളിലൊക്കെ പ്രസംഗിച്ചു കഴിയുമ്പോൾ അവിടെ ആ സ്റ്റേജിൽ ഒരു പായിടുകയായിരുന്നെങ്കിൽ അവിടെ തന്നെ കിടന്നുറങ്ങാം എന്ന് തോന്നും. അതുപോലെ ക്ഷീണങ്ങൾ ചിലപ്പം ശാരീരികമായി ഉണ്ടാകാറുണ്ട്. പക്ഷെ അങ്ങനെ ക്ഷീണം വകവയ്ക്കാതെ ദീർഘദൂരം തിരിച്ചു കുമ്പളിയിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഹൃദയത്തിനകത്ത് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, പാപമൊഴികെ സകലത്തിലും അങ്ങ് ഞങ്ങൾക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു എന്ന് തിരുവെഴുത്ത് പറയുന്നു. പക്ഷേ മാനുഷിക ക്ഷീണം എന്താണെന്ന് അങ്ങേക്ക് അറിയാവോ? മാനുഷികമായ ക്ഷീണം എന്താണെന്ന് അങ്ങേക്ക് അറിയാമോ എന്ന് ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഹൃദയത്തിൽ ചോദിച്ചപ്പോ പെട്ടെന്നൊരു തിരുവെഴുത്തിന്റെ മനസ്സിലേക്ക് ഓടി വന്നു. ആ ഓടി വന്ന തിരുവെഴുത്ത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം വായിക്കേണ്ട 4-ാം അധ്യായമാണ്. യേശു കർത്താവ് ശമരിയിൽ കൂടി പോകേണ്ടി വന്നു. അവിടെ ശമരിയിലെ സുഖാർ എന്ന് പറയുന്നൊരു പട്ടണം, അവിടെ യാക്കോബ് തന്റെ മകനായ യോസേപ്പിന് കൊടുത്തൊരു ഉറവുണ്ട്. ആ ഉറവിനരികെ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, വഴി നടന്ന് ക്ഷീണിച്ചിട്ട് കർത്താവ് വിശ്രമത്തിന് വേണ്ടിയിരുന്നതാണ്. ആ സമയത്താണ് ശമരിയ സ്ത്രീ അവിടെ വെള്ളം കോരാൻ വരുന്നതും അവളുടെ ജീവിത ചരിത്രം മുഴുവൻ വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയതും അവൾ മാനസാന്തരപ്പെട്ടതും മാത്രമല്ല, ആ മാനസാന്തരം ശമരിയുടെ ഉണർവിന് കാരണീയമായി മാറിയതും. അവിടെ വെച്ച് കർത്താവിനോട് പറഞ്ഞു, KJ തോമസേ, നിന്റെ ക്ഷീണം ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്നും മാത്രമല്ല, നിന്റെ ശരീരത്തിന്റെ ക്ഷീണങ്ങളും പരിമിതികളും എൻ്റെ നാമത്തിന്റെ മഹത്വത്തിനും മനുഷ്യാത്മാക്കളുടെ രക്ഷയ്ക്കും ദേശങ്ങളുടെ വിടുതലിനു പോലും കാരണീയമാക്കി മാറ്റാൻ എന്നെ കൊണ്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി അഭിഷക്തന്മാരോട് ഞാൻ പറയാം, ദൈവമക്കളോട് പറയാം, ചില പ്രതിസന്ധികൾ ദൈവം നമുക്ക് അനുവദിക്കുന്നത്, നമുക്ക് ഇഷ്ടമുണ്ടേലും ഇഷ്ടമില്ലേലും ചില ശാരീരിക വ്യഥകളിലൂടെയൊക്കെ ദൈവം നമ്മെ നടത്തുമ്പോൾ മുഷിഞ്ഞു പോകരുത്. അവിടെയും ദൈവത്തോട് സ്തോത്രം ചെയ്ത് പറ, എൻ്റെ ഈ പ്രതിസന്ധികളുടെ നടുവിലും എന്നെ ഉപയോഗിക്കാനും മനുഷ്യാത്മാക്കളുടെ രക്ഷയ്ക്ക് ദേശങ്ങളുടെ വിടുതലിന് അത് കാരണീയമാക്കി മാറ്റാനും ഇന്ന് രാത്രി ഉയരത്തിലൊരു ദൈവമുണ്ടെന്നോർത്ത് ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേര് ഈ രാത്രി ഇതിനകത്ത് വന്നിരിപ്പുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ശ്രദ്ധിക്കുക, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി
നമ്മുടെ കർത്താവ് പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ, പ്രിയരെ, നമ്മുടെ പരിശോധനയും നമ്മുടെ പ്രതിസന്ധിയും കർത്താവിന്റെ പ്രതിസന്ധിയും രണ്ടും രണ്ടാണ്. എന്താ രണ്ടും രണ്ടാണെന്ന് പറയാൻ കാരണം, പ്രതിസന്ധി വ്യത്യസ്തമാണെന്നല്ല, പ്രതിസന്ധിയിലൂടെ പോകേണ്ടി വരുന്നതിന്റെ കാരണങ്ങൾ വ്യത്യസ്തമാണ്. ഞാനും നിങ്ങളും ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് അമ്പമ്പോ ആ പ്രതിസന്ധിയിലൂടെ പോകാൻ നമുക്ക് ആഗ്രഹമുള്ളത് കൊണ്ടല്ല, ആ പ്രതിസന്ധി പരിഹരിക്കാൻ നമ്മെ കൊണ്ട് ത്രാണിയില്ലാത്തത് കൊണ്ടാണ്. ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ മുഷിയരുത്, പെട്ടെന്ന് അങ്ങ് സങ്കടപ്പെടുകയൊന്നും ചെയ്യരുത്. നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടെ ഒരു വീടിന്റെ പണി ആരംഭിച്ചു. 6 ലക്ഷം രൂപ മാത്രമേ കൈമുതലായി ഉണ്ടായിരുന്നുള്ളൂ. 25 ലക്ഷം രൂപ മുടക്കി 21 ലക്ഷത്തോളം രൂപ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വന്നു. എല്ലാം കൂടെ കൂട്ടി ആ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ നിങ്ങളുടെ ചിന്ത മാസം ഇത്ര രൂപ നമുക്ക് ബാങ്ക് ലോണ് അടച്ചടച്ച് തീർക്കാം. കാരണം മൂത്ത മകൻ ദുബായിലുണ്ട്. അവന് മാസം കുറച്ച് പൈസ അയച്ചു തരും, ലോണിലുള്ള പൈസ. അങ്ങനെ മകൻ അവിടെ ജോലി ചെയ്ത് ഈ വർഷങ്ങൾ കൊണ്ട് ഈ ലോണ് തീർത്ത് വീട് സ്വന്തമാക്കാം, സ്വതന്ത്രമാക്കാം എന്ന് നിങ്ങൾ ചിന്തിച്ചു. അങ്ങനെ 6 മാസം ലോൺ അടഞ്ഞു. പക്ഷേ പെട്ടെന്ന് ദുബായിലുള്ള മകന്റെ ജോലി പോയി. അതുകൊണ്ടാണ് സങ്കടപ്പെടരുതെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ മകന്റെ ജോലി പോയി, ലോൺ അടയുന്നില്ല. 6 മാസം അടഞ്ഞത് പിന്നെ അടുത്ത 6 മാസം അടഞ്ഞില്ല. ബാങ്ക് ഉദ്യോഗസ്ഥർ നിങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ലോണ് കുടിശ്ശികയാണ്, അടച്ചേ പറ്റൂ, അല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകും. അടുത്ത 6 മാസം കൂടെ ലോൺ അടച്ചില്ല. അവസാനം ബാങ്കിന് നിയമപരമായി നീങ്ങാതെ നിവൃത്തിയില്ല. അവരെ നിയമപരമായ വഴിക്ക് നീങ്ങി കോടതിയിൽ കേസ് വന്നു. അവസാനം ആ വീട് ജപ്തി ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട നീതിപീഠം ഉത്തരവിട്ടു. ജപ്തി നോട്ടീസ് ആ വീടിന്റെ വാതിലിൽ പതിച്ചു. നിങ്ങളിന്ന് ചിന്തിച്ചു നോക്കിക്കേ, വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അയൽവാസികളുടെയും മുമ്പിൽ എന്തെല്ലാം പ്രതീക്ഷയോടെ കെട്ടിപ്പൊക്കിയ വീടാണ്, എന്തെല്ലാം സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുന്നില്ല. സ്വപ്നങ്ങളെല്ലാം തകർന്നു. മറ്റുള്ളവരുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ തലകുനിച്ച് ഗതികേട് നിമിത്തം ആ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങേണ്ടി വരുന്ന ഒരു രംഗം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നേ. അങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്, ആ പ്രതിസന്ധിയിലൂടെ പോകാൻ നമുക്ക് ആഗ്രഹമുള്ളത് കൊണ്ടല്ല, നമ്മുടെ മനുഷ്യത്വത്തിന്റെ ഗതികേട് കൊണ്ട്, നമ്മുടെ സാഹചര്യങ്ങളുടെ മോശം കൊണ്ട് അങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ നമ്മൾ പോകേണ്ടി വരുന്നതാണ്. എന്നാൽ യേശു കർത്താവിന്റെ പ്രതിസന്ധിയെ നിങ്ങളൊന്ന് എടുത്തു പരിശോധിച്ച്, താൻ പൂർണ്ണ മനുഷ്യൻ മാത്രമല്ല, പൂർണ്ണ ദൈവവും കൂടാണ്. തന്റെ മനുഷ്യത്വത്തിലെ ഏതൊരു പ്രതിസന്ധിയെയും തന്റെ ദൈവത്വം കൊണ്ട് യേശുവിന് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എത്ര പേർക്ക് ആ വാക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് ആ വാക്കിന് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? മനുഷ്യത്വത്തിലെ തന്റെ ഏതൊരു പ്രതിസന്ധിയെയും തന്റെ ദൈവത്വം കൊണ്ട് യേശുവിന് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് അതിന്റെ തെളിവ് തരാം. ഗെത്സമന തോട്ടത്തിലേക്ക് വരണം, പിന്നീട് നാം ആ ഭാഗത്തേക്ക് ഒന്നുകൂടെ വരുന്നുണ്ട്. അതിനു മുമ്പ് ഈ ഭാഗം ശ്രദ്ധിക്കുക. യേശു കർത്താവ് ഗെത്സമന തോട്ടത്തിൽ ശത്രുക്കളാൽ പിടിക്കപ്പെടാനായിട്ട് നിൽക്കുകയാണ്. ആളും ആരവാരവുമായി പുരുഷാരം, ചേവകര്, പടയാളികളൊക്കെ ഉണ്ട്. പിന്നീട് ആ ഭാഗത്തേക്ക് വരാം. അപ്പൊ യേശു കർത്താവിനെ രക്ഷിക്കാനായിട്ട് പത്രോസ് വാളും കൊണ്ട് ചാടുകയാണ്. പത്രോസിന്റെ മാനുഷിക ചിന്ത, യേശുവിനെ പിടിക്കാൻ ഞാൻ സമ്മതിക്കില്ല, എന്റെ വാളുകൊണ്ട് എന്റെ പ്രതിരോധം ഞാൻ തീർക്കുമെന്നുള്ളതാണ്. പക്ഷെ കർത്താവ് പത്രോസിനോട് പറയുകയാണ്, പത്രോസേ, വാൾ ഉറയിലിട്, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. അടുത്തത് എന്റെ നാടൻ ഭാഷയും കൊണ്ട് കൂട്ടി പറയുക, കുഞ്ഞേ, നീ എന്നാ ചിന്തിക്കുന്നേ? എനിക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ വാളിന്റെ വായ്ത്തലയുടെ പ്രയോഗം വേണമെന്നോ? വേണ്ട. ഞാനിപ്പം മുകളിലേക്ക് നോക്കിയാലുണ്ടല്ലോ, 12 ലഗ്യോണിലധികം ദൂതന്മാർ ഇവിടേക്ക് ഇറങ്ങി വരെ റെഡിയായി നിൽക്കുകയാണ്. ഒരു ലഗ്യോൺ എന്ന് പറഞ്ഞാൽ 6000.
12 ലഗ്യോൺ എന്ന് പറഞ്ഞാൽ 72,000 72,000 വേണ്ട, ഒരു ദൂതൻ ഇറങ്ങി വന്നാൽ അവിടെ ഗതികേടായി മാറും. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഒരു ദൂതൻ അശൂർ പാളയത്തിലൂടെ നടന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന്. എന്റെ കർത്താവ് ആധാരം കൊണ്ട് കൽപ്പിക്കണ്ട, ഒരാംഗ്യമെങ്കിലും കാണിച്ചാൽ ഇറങ്ങി വരാൻ ദൂതന്മാർ റെഡിയായി നിൽക്കുകയാണ്. തന്റെ മനുഷ്യത്വത്തിലെ പ്രതിസന്ധിയെ തന്റെ ദൈവത്വം ഉപയോഗിച്ച് യേശുവിന് പരിഹരിക്കാമായിരുന്നു. എന്റെ രക്ഷിതാവ് അത് ചെയ്തില്ല. എന്താ അത് പരിഹരിക്കാൻ ത്രാണിയില്ലാത്തത് കൊണ്ടല്ല, പ്രാപ്തിയില്ലാത്തത് കൊണ്ടല്ല, പിന്നെ താൻ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകണമെന്നുള്ളത് ദൈവപിതാവിന്റെ തിരുഹിതമാണെന്ന് തിരിച്ചറിഞ്ഞ് യേശു സമ്പൂർണ്ണ ദൈവേഷ്ടത്തിന് തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ക്രിസ്തീയ ജീവിതത്തിന്റെ മർമ്മം എന്താണെന്ന് ഇന്ന് രാത്രി അസന്നിഗ്ധമായി ഞാൻ വിളിച്ചു പറയാം. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇച്ഛകളും നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും ദൈവത്തെ കൊണ്ട് സാധിപ്പിച്ചെടുക്കാനുള്ള ഒറ്റമൂലി അല്ല പ്രിയരെ ക്രിസ്തീയ ജീവിതം. പലരും പലപ്പോഴും പ്രസംഗിക്കുമ്പോഴും ദൈവത്തെ ആരാധിക്കുമ്പോഴും അതിന്റെ എല്ലാം മുന്നിൽ നിൽക്കുന്ന പ്രധാന ചിന്ത എന്ന് പറയുന്നത് ആരാധിച്ച് ദൈവത്തിൽ നിന്ന് വല്ലതും നേടണം. പ്രസംഗം കേട്ട പ്രസംഗകരെ കൊണ്ട് വല്ലതും ദൈവത്തിൽ നിന്ന് നേടണം. ദൈവത്തിൽ നിന്ന് വല്ലതും നേടാനുള്ള നമ്മുടെ ആഗ്രഹങ്ങളും ഇച്ഛകളും താല്പര്യങ്ങളും ഒക്കെ ദൈവത്തെ കൊണ്ട് സാധിപ്പിച്ചെടുക്കാനുള്ള ഒറ്റമൂലിയായിട്ടാണ് പലരും പലപ്പോഴും ആത്മീയതയെ കാണുന്നത്, ഭക്തിയെ കാണുന്നത്. പക്ഷെ തെറ്റിദ്ധരിക്കപ്പെടരുത്. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യം സാധിച്ചെടുക്കാനുള്ള കുറുക്കുവഴി അല്ല ആത്മീയത, കുറുക്കുവഴി അല്ല ഭക്തി, കുറുക്കുവഴി അല്ല ആത്മീയത. അതിനപ്പുറത്ത് എന്നെ കുറിച്ചുള്ള സമ്പൂർണ്ണ ദൈവഹിതമെന്തോ അതിനെന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ആകത്തുക എന്ന് ഞാൻ പറയുമ്പോൾ എന്നോട് ചേർന്ന ചങ്കൂറ്റത്തോടെ ആ വാക്കിന് ആമേൻ പറയാൻ മനസ്സുള്ള എത്ര പേര് ഈ ഗ്രൗണ്ടിൽ ഈ രാത്രി വന്നിട്ടുണ്ട്? അവരുടെ കര ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം സ്തോത്രം. എനിക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും നിന്ന് പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്, പക്ഷെ ഞാൻ വിശദീകരിക്കുന്നില്ല. നമുക്കൊക്കെ ഒറ്റ യോഗത്തിൽ വന്നിട്ട് എൻ്റെ ദൈവമേ അങ്ങയുടെ ഹിതത്തിന് എന്നെ തന്നെ വിധേയപ്പെടുത്തി തരുന്നു എന്ന് നമ്മൾ പറയില്ല. പക്ഷെ നമുക്കിഷ്ടം പ്രസംഗിക്കുന്ന ഞങ്ങൾക്കും ഇഷ്ടം നീ വന്നതല്ല, ദൈവം നിന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. ഇന്ന് പിടിച്ചു മേടിച്ചുകൊണ്ടേ പോകാവൂ. ഇടത്തുള്ളവരോട്, വലത്തുള്ളവരോട്, മുമ്പിലുള്ളവരോട്, പുറകിലുള്ളവരോട് തോളെ തട്ടിപ്പറ, കൈ കൊടുത്തിട്ട് പറ, ഇന്ന് അനുഗ്രഹിച്ചിട്ടല്ലാതെ, ഇന്ന് വിടുതൽ മേടിച്ചിട്ടല്ലാതെ പോകില്ല. അങ്ങനെ തട്ടുപൊളിപ്പം പരിപാടിയായി ആത്മീയതയെയും ആത്മീക ശുശ്രൂഷയെയും വികലമാക്കുന്ന ഒരു വല്ലാത്ത ആത്മീക വികലതയുടെ കാലത്ത് ഞാൻ ആത്മാവിൽ സ്തോത്രം ചെയ്ത് പറയുകയാണ്, നമ്മുടെ ഏതെങ്കിലും അജണ്ടകൾ സാധിപ്പിച്ചെടുക്കുക എന്നതിനപ്പുറത്ത് ഒരു കൊച്ചു ജീവിതമേ എനിക്ക് ഭൂമിയിലുള്ളൂ. അത് എൻ്റെ ഇഷ്ടം നിവർത്തിച്ച് തീർക്കുക എന്നതിനപ്പുറത്ത് എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി ആ ദൈവഹിതത്തിന് വിധേയപ്പെടുത്തി ആ ദൈവഹിതം നിവർത്തിക്കാനുള്ള അവസരമാക്കി മാറ്റാൻ കൃപ തരണമെന്ന നിറകണ്ണുകളോടും തൊഴുകയോടും ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേദപുസ്തകത്തിൽ നിന്ന് അതിനെ മനോഹരമായൊരു തെളിവതിനോട് ചേർത്ത് ഞാൻ വയ്ക്കാം. ഉൽപ്പത്തി പുസ്തകം വായിക്കേണ്ട 22-ാം അധ്യായം. അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കുമായി യാഗഭൂമി തേടി പോകുകയാണ്. കാരണം ഞാൻ നിന്നെ കാണിക്കുന്ന സ്ഥലത്ത് അവനെ യാഗം കഴിക്കാനാ ദൈവം പറഞ്ഞിരിക്കുന്നത്. ആ യാഗഭൂമി തേടി അപ്പനും മകനും കൂടെ മോറിയാ മലയുടെ കയറ്റം കയറുകയാണ്. കയറുന്ന സമയത്ത് ഇസ്ഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുകയാണ്, അപ്പ തീയുണ്ട്, വിറകുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയാണ്? ഉടനെ അബ്രഹാം, വിശ്വാസികളുടെ പിതാവ്, പറയുകയാണ്, മകനെ, യഹോവ തനിക്ക് ഹോമയാഗത്തിനൊരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. അപ്പൊ ആ മോറിയാ മലയുടെ കയറ്റം ഇസ്ഹാക്ക് കയറിപ്പോകുന്നത് ആ പ്രതീക്ഷയോടെയാണ്. മലയുടെ മുകളിൽ ചെല്ലുമ്പോൾ ദൈവം ഒരു ആട്ടിൻകുട്ടിയെ കരുതും.
ആ പ്രതീക്ഷയിലാണ് മല കയറി പോകുന്നത്. പക്ഷേ മല കയറി ചെല്ലുമ്പോൾ അബ്രഹാം എന്താ ചെയ്തെന്നറിയാമോ? മുമ്പ് അവിടെ ഒരു യാഗം നടന്നിട്ടില്ല, അതുകൊണ്ട് അവിടെ ഒരു യാഗപീഠവും ഉയർന്നിട്ടില്ല. കർമ്മേലിൽ ഏലിയാവിന് യാഗപീഠം പുതുക്കിപ്പണിയേണ്ടി വന്നതേയുള്ളൂ. പക്ഷെ മോറിയായിൽ അബ്രഹാമിന് ഹോമയാഗപീഠം പണിയേണ്ടി വന്നു. അബ്രഹാം ആ മോറിയ മലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കല്ല് പെറുക്കിക്കൊണ്ടുവന്ന് ഹോമയാഗപീഠം പണിയുകയാണ്. അപ്പൻ കല്ല് പെറുക്കി നടക്കുമ്പോൾ എൻ്റെ ഭാവന ഞാൻ പറയുകയാണ്, ഇസ്ഹാക്കിന്റെ കണ്ണ് പാളുന്നത് ആ മലയുടെ വിവിധ ഭാഗങ്ങളിലേക്കാണ്. ഇസ്ഹാക്കിന്റെ കണ്ണെന്താ വരുതെന്നറിയാമോ? അപ്പം പറഞ്ഞായിരുന്നു, ഒരു ആട്ടിൻകുട്ടിയെ ദൈവം കരുതുമെന്ന്. എവിടെയാണ് ദൈവം കരുതിയ ആട്ടിൻകുട്ടി? അതാണ് ഇസ്ഹാക്ക് നോക്കിയത്. പക്ഷേ അതുവരെ ഒരു കരുതലും വെളിപ്പെട്ടില്ല. അവസാന ഹോമയാഗപീഠം പൂർത്തീകൃതമായപ്പോൾ അപ്പൻ മകനോട് പറയുകയാണ്, ഇതുവരെ ദൈവം കരുതുമെന്ന് പറഞ്ഞ അപ്പൻ പറയുകയാണ്, കുഞ്ഞേ, നീ തന്നെയാണ് ആ യാഗവസ്തു, നീ തന്നെയാണ് ആ യാഗവസ്തു എന്ന് അബ്രഹാം ഇസ്ഹാക്കിനോട് പറയുമ്പോൾ മാനുഷികമായി ചിന്തിച്ചാൽ ഇസ്ഹാക്കിന്റെ സ്ഥാനത്ത് വേറെ ആരാണേലും കുതറി ഓടത്തേ ഉള്ളൂ. കാരണം എന്താണെന്നറിയോ? ഇതുവരെ അപ്പൻ എന്നാ പറഞ്ഞത്? നേരത്തെ പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു, നീയാണ് ആ യാഗവസ്തു എന്ന്. ഇതുവരെ പറഞ്ഞത് ദൈവം കരുതുന്ന, ഇതുവരെ ദൈവം കരുതുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയുകയാണ്, ഞാനാണ് യാഗവസ്തു എന്ന്. എന്റെ പ്രിയരെ, ഇസ്ഹാക്കിന് കുതിറി ഓടാനുള്ള പ്രാപ്തി ഉണ്ട് കേട്ടോ. ഏറ്റവും കുറഞ്ഞത് ഇസ്ഹാക്കിന് അന്നൊരു 33 വയസ്സെങ്കിലും പ്രായമുണ്ട്. എങ്ങനെ അതും ബോധ്യമാകുന്നെന്ന് ചോദിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായത്തിലാണ് സാറായുടെ മരണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാറാ മരിക്കുമ്പോൾ സാറായിക്ക് 127 വയസ്സുണ്ട്. സാറായുടെ 90-ാമത്തെ വയസ്സിലുള്ള മകനാണ് ഇസ്ഹാക്ക്. അങ്ങനാണെങ്കിൽ സാറ മരിക്കുമ്പോൾ ഇസ്ഹാക്കിന്റെ പ്രായം 37 ആണ്. 22-ാം അധ്യായത്തിലാണ് ഇസ്ഹാക്കിനെ യാഗവേദിയിൽ കിടത്തുന്നത്. 22-ാം അധ്യായത്തിനും 23-ാം അധ്യായത്തിനും ഇടയ്ക്ക് ഒരു 3-4 വർഷത്തിന്റെ ഇടവേളയിട്ടാലും ഏറ്റവും കുറഞ്ഞത് ഇസ്ഹാക്കിന് 33 വയസ്സുണ്ട്. തന്നെയല്ല, നല്ല ആരോഗ്യ ദൃഢഗാത്രന്. അതെങ്ങനെ അറിയാം? ആ മോറിയ മലയുടെ കുത്തുകയറ്റം തോളിൽ വിറകും ചുമന്നുകൊണ്ടാണ് ഇസ്ഹാക്ക് കയറിയത്. അപ്പൊ തോളിൽ വിറകും ചുമന്നുകൊണ്ട് സുഗമമായ വഴിയല്ല, മോറിയ മലയുടെ കയറ്റം കയറാനുള്ള ആരോഗ്യമുള്ള, ഓജസ്സും തേജസ്സുമുള്ള ചെറുപ്പക്കാരനാണ്, ആരോഗ്യ ദൃഢഗാത്രനായ ചെറുപ്പക്കാരനാണ് ഇസ്ഹാക്ക്. അവൻ മാനുഷികമായി ചിന്തിച്ചിരുന്നെങ്കിൽ വേണമെങ്കിൽ ഹോമയാഗപീഠത്തിൽ കിടക്കാതെ കുതറിയോടാമായിരുന്നു. അബ്രഹാം ബലമായി കയ്യും കാലും പിടിച്ചു കെട്ടിയതുമല്ല. നീയാണ് യാഗവസ്തു എന്ന് അപ്പൻ ഇസ്ഹാക്കിനോട് വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ ഈ ഹോമയാഗപീഠത്തിൽ ഒരു ഹോമയാഗവസ്തുവായി എരിഞ്ഞു തീരണമെന്നാണ് എന്നെ കുറിച്ചുള്ള എൻ്റെ ദൈവത്തിന്റെ ഹിതമെങ്കിൽ ആ ദൈവഹിതത്തോട് ഞാൻ എതിർക്കുന്നില്ല. ആ ദൈവഹിതത്തിന് ഞാൻ എന്നെ തന്നെ വിധേയപ്പെട്ടു കൊടുക്കുന്നു. ദൈവഹിതത്തിന്റെ മുമ്പിൽ കൈകാലുകൾ കെട്ടപ്പെട്ട് യാഗപീഠത്തിൽ ഇസ്ഹാക്ക് കിടത്തപ്പെട്ടു. ഇന്ന് രാത്രി ദൈവത്തോട് സ്തോത്രം ചെയ്തു പറ, ദൈവമേ, ഇതുവരെ ഞാൻ ജീവിച്ചു, ഇനി എത്ര നാൾ എന്റെ മുമ്പിൽ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എങ്ങനെയെങ്കിലും ഈ ജീവിതം ഇവിടെ ജീവിച്ച് തീരണ്ട. നേട്ടമാണേലും കോട്ടമാണേലും ഉയർച്ചയാണേലും താഴ്ചയാണേലും കർത്താവേ, ജീവിതത്തിന്റെ ഏത് മേഖലകളാണേലും എന്നെ കുറിച്ചുള്ള ദൈവഹിതം എന്തോ ആ സമ്പൂർണ്ണ ദൈവഹിതത്തിലേക്ക് എന്നെ നയിക്കണമേ. എത്ര പേര് കരമുയർത്തി ദൈവത്തോട് സ്തോത്രം ചെയ്ത് പറയും, അങ്ങയുടെ ആലോചനയാൽ അങ്ങനെ നടത്തും. എല്ലാവരും സ്തോത്രം ചെയ്ത് പറ, അങ്ങയുടെ ആലോചനയാൽ അങ്ങനെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളൂ. സമ്പൂർണ്ണ ദൈവഹിതത്തിന്റെ നിവർത്തിക്കായി നമ്മെ തന്നെ വിധേയപ്പെടുത്തുക. അപ്പൊ യേശു കർത്താവ് തന്റെ മനുഷ്യത്വത്തിലെ പ്രതിസന്ധിയെ ദൈവത്വം കൊണ്ട് പരിഹരിക്കാമായിരുന്നിട്ടും പരിഹരിക്കാതെ സമ്പൂർണ്ണ ദൈവഹിതത്തിന് താൻ ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോകണമെന്നുള്ളത് ദൈവപിതാവിന്റെ ഹിതമെന്നറിഞ്ഞ് യേശു ദൈവഹിതത്തിന് തന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്തു.
അങ്ങനെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ രക്ഷിതാവിനും സമാധാനം ആവശ്യമായിരുന്നു. അപ്പൊ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തു തരുന്നത് പോലെ എന്തെങ്കിലും കാര്യം അവ്യക്തമായി തരുന്നല്ല. എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ അനുഭവിച്ച സമാധാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ആമേൻ പറയാൻ ഈ രാത്രി മനസ്സുണ്ട്? പിന്നീട് ഞാൻ അതിന്റെ ബാക്കി കാര്യങ്ങൾ വ്യക്തമാക്കാം. അതിനു മുമ്പ് നമുക്ക് സ്തോത്ര കാഴ്ചയ്ക്കുള്ള സമയം വേർതിരിക്കാം. ദൈവം നമ്മെ സഹായിക്കും. അനുഗ്രഹമേറുന്നോരേശുണ്ട്.
പോകിലും സ്വന്തമായൊന്നുമേ നിനക്കില്ലാതെ പോകിലും സ്വന്തമായുള്ളവനു എല്ലാറ്റിനും ഉടയവൻ സ്വന്തമായുള്ളവനു എല്ലാറ്റിനും ഉടയവൻ കണ്ണീരുവിനാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാളുണ്ട് തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേറുന്നോ ദേശമുണ്ട് കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാദമുണ്ട് തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേറുന്നോ ദേശമുണ്ട്. സ്തോത്ര കാഴ്ചയ്ക്ക് പിന്നീട് പ്രാർത്ഥിക്കുകയായിരിക്കും. അപ്പോൾ തുടർന്ന് ദേവദാസൻ ദൈവജന സംസാരിക്കും. പ്രൈസ് ലോർഡ്, പ്രൈസ് ഗോഡ്. കരവും ശബ്ദവും ഉയർത്തി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ ആ പ്രതിസന്ധി ദൈവത്താൽ അനുവദനീയമാണെന്നും ആ പ്രതിസന്ധിയിലൂടെ താൻ കടന്നു പോകണമെന്നുള്ളത് ദൈവപിതാവിൻ്റെ തിരുഹിതമാണെന്നും തിരിച്ചറിഞ്ഞ് യേശു സമ്പൂർണ്ണ ദൈവഹിതത്തിന് വിധേയപ്പെട്ടു കൊടുത്തു. അങ്ങനെ ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ യേശുവിനും സമാധാനം ആവശ്യമായിരുന്നു. അപ്പൊ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ ആശയം എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ അനുഭവിച്ച സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്നാണ്. യേശു കർത്താവ് സമാധാനം അനുഭവിച്ച രണ്ട് രംഗങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ആ സമാധാനം നമുക്ക് അനുഭവിക്കാൻ കഴിയുമോ, കഴിയണം എന്ന്, അങ്ങനെ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം അത് പറഞ്ഞ് ഈ രാത്രി ഞാൻ എൻ്റെ വാക്കുകൾക്ക് പരിസമാപ്തി കുറിക്കും. യേശു കർത്താവ് സമാധാനം അനുഭവിച്ച ഒരു രംഗം, താനും തന്റെ ശിഷ്യന്മാരുമായി അക്കരയ്ക്ക് ഒരു യാത്ര ചെയ്യുകയാണ്. തിരുവെടുത്ത് പറയുന്നു, യേശു കർത്താവ് പടകിന്റെ അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു. ആദ്യം സുഗമമായ യാത്രയായിരുന്നു. അല്പദൂരം മുന്നോട്ട് പോയപ്പോൾ കാറ്റു വീശി അടിക്കുന്നു, തിര തള്ളിക്കയറുന്നു, ആ പടക് മുങ്ങുകയാണ്. സത്യത്തില് ശിഷ്യന്മാരെന്ത് നല്ലവരാണ്. അവർ വിചാരിച്ചു യേശു കർത്താവ് എത്രയോ ദിവസങ്ങളായി വിശ്രമമില്ലാതെ ശുശ്രൂഷിക്കുകയാണ്, ഈ അവസരം രക്ഷിതാവ് വിശ്രമിച്ചു കൊള്ളട്ടെ, ഈ പ്രതിസന്ധിയെ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. കാരണം ഇവരിൽ മഹാഭൂരിപക്ഷം ആൾക്കാരും മത്സ്യബന്ധന പശ്ചാത്തലത്തിൽ നിന്ന് യേശുവിന്റെ ശിഷ്യത്വത്തിലേക്ക് വന്നവരാണ്. ഇന്നലെ അവരുടെ തൊഴിലിനോടുള്ള ബന്ധത്തിൽ ഇതുപോലെ എത്രയോ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിസന്ധികളെയൊക്കെ പരിഹരിച്ച പരിചയം കൈമുതലായിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഇപ്പോൾ അവർ നന്നായി പരിശ്രമിക്കുന്നുമുണ്ട്. പക്ഷെ അല്പസമയം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്, ഇന്നലെയുടെ പരിചയം കൊണ്ടും ഇന്നിന്റെ പരിശ്രമം കൊണ്ടും ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടില്ല. ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടണമെങ്കിൽ സർവശക്തന്റെ ഇടപെടൽ കൂടിയേ പറ്റൂ. ഈ സുവിശേഷ യോഗത്തിന്റെ രണ്ടാമത്തെ രാത്രി ചില പ്രതിസന്ധികൾ പരിഹരിക്കാൻ മാനുഷികമായി നിങ്ങൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തു പരാജയപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ മാനസികമായ വേദനയോടെ തകർച്ചയോടെ കടന്നു വന്നിരിക്കുന്ന ആരെങ്കിലും
ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലൂടെ നിങ്ങളോട് ദൈവാലോചന കൈമാറുന്നു. നിന്റെ പരിചയം പരാജയപ്പെട്ടിടത്ത്, നിന്റെ പരിശ്രമം വിഫലമായ ഇടത്ത് ഈ യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് തുള്ളിച്ചാടി സ്തോത്രം ചെയ്ത് പറയത്തക്ക നിലയിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് മറ്റുള്ളവർ ആശ്ചര്യത്തോടെ ചോദിക്കുമാറ് ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്താൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവവചനത്തിലൂടെ ദൈവാത്മാവ് ദൈവാലോചന കൈമാറുമ്പോൾ അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. സ്തോത്രം. എന്റെ പ്രിയരെ, അവർ യേശുവിന്റെ അടുത്ത് എന്ന് കർത്താവിന്റെ തോളിൽ തട്ടി ചോദിക്കുകയാണ്, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലേ? എത്ര ഹൃദയസ്പർശിയായൊരു ചോദ്യമാണ്. സത്യത്തിൽ ഞാൻ ആ കാര്യത്തിൽ ശിഷ്യന്മാരുടെ കൂടെ, എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ കർത്താവിന്റെ കൂടെ നിന്നേനെ. കർത്താവ് പറയാതിരിക്കട്ടെ, ഞാനും എൻ്റെ ശിഷ്യന്മാരും കൂടെ യാത്ര ചെയ്യുമ്പോൾ കാറ്റേ നിങ്ങൾക്കെങ്ങനെ അടിക്കാൻ തോന്നി? കടലേ നിങ്ങൾക്കെങ്ങനെ ഇളകി മറിയാൻ തോന്നി? അത്രയ്ക്കായോ എന്ന് പറഞ്ഞ് ഇവരാവശ്യപ്പെടുന്നതിന് മുമ്പ് കർത്താവ് പ്രതികരിച്ചിരുന്നെങ്കിൽ കർത്താവിന് വിചാരം ഉണ്ടെന്ന് നമുക്ക് സമ്മതിക്കാമായിരുന്നു. പക്ഷെ ഇവരാ ചോദിക്കുന്നതിൽ കഴമ്പില്ലേ? ഈ പ്രതിസന്ധി ഇതുപോലെ ഉണ്ടായിട്ട്, ഈ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ ഇതുപോലെ ഞങ്ങൾ കയ്യും കാലും വിട്ടടിച്ചിട്ട് അങ്ങിങ്ങനെ കിടന്നുറങ്ങണമെങ്കിൽ, അങ്ങ് ഇതുപോലെ പ്രതികരിക്കാതിരിക്കണമെങ്കിൽ ഞങ്ങളെ കുറിച്ച് അങ്ങേക്ക് വിചാരമില്ല. ഇന്ന് രാത്രി ഞാനൊരു ഭംഗിവാക്കായിട്ട് പറയുകയല്ല, ഹൃദയത്തെ തട്ടി ചോദിക്കുകയാണ്, ഒരു വേളയെങ്കിലും ഇങ്ങനെ ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഒത്തിരി കരഞ്ഞ്, ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി ഉപവസിച്ച് അല്ലേ, ആ വിഷയത്തിനൊരു മറുപടി കിട്ടുമെന്നുള്ള ചിന്തയിൽ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്നിട്ട് നമ്മൾ പ്രതീക്ഷിച്ച സമയത്തൊന്നും ദൈവപ്രവൃത്തി വെളിപ്പെടാകുകയും ദൈവിക ഇടപെടൽ ഉണ്ടാകുകയും നിമിത്തം ദൈവം പോലും എന്നെ കൈവിട്ടോ എന്ന് വാവിട്ട് ചോദിച്ചവരില്ലേ? ഹൃദയത്തിനകത്ത് നിരാശ വന്നവരില്ലേ? ഇന്ന് രാത്രി സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടായ നിമിത്തം, ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകായ നിമിത്തം നിരാശയുടെ വേദനയുടെ ഭാരത്തിന്റെ ഞെരക്കങ്ങളാൽ നെടുവീർപ്പെടുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങളോട് വിളിച്ചു പറയുന്നില്ല, ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. നീ പ്രതീക്ഷിച്ച സമയത്തൊരു ദൈവിക ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ട്, ചില ദൈവപ്രവൃത്തി വെളിപ്പെടാൻ താമസിക്കുന്നു എന്നുള്ളത് കൊണ്ട് ദൈവം ഉപേക്ഷിച്ചെന്ന് പറയരുത്. ദൈവം എന്നെ ഓർക്കുന്ന ദൈവമാണെന്ന്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കയില്ല എന്ന കർത്താവിന്റെ വാഗ്ദത്തം ഓർത്തോർത്ത് സ്തോത്രം പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ചോദ്യം, കർത്താവിന് വിചാരമുണ്ടോ? കർത്താവിന് ഇവരെ കുറിച്ച് വിചാരമുണ്ടോ? കർത്താവിന് വിചാരമുണ്ട്. എന്താ അതിന്റെ തെളിവ്? കർത്താവ് എവിടെ തലവെച്ചെന്നാ തിരുവെഴുത്ത് പറയുന്നത്? അമരത്ത് തലവെച്ചെന്ന്. അതെന്താ ഈ അമരത്ത് തലവെച്ചു എന്ന് പറയാൻ കാരണം? ഒരു പടകിന്റെ, ഒരു കപ്പലിന്റെ പ്രധാന ഭാഗമെന്ന് പറയുന്നത് അമരമാണ്. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, കപ്പൽ എത്ര വലുതാണെങ്കിലും കൊടുങ്കാറ്റുകൊണ്ട് ഓടുന്നതാണെങ്കിലും അമരക്കാരൻ ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് അതിനെ തിരിക്കുന്നു. പൗലോസൊക്കെ യാത്ര ചെയ്ത കപ്പൽ നമുക്കറിയാം അല്ലേ? 276 പേരുമായി യാത്ര ചെയ്ത കപ്പൽ ഇരുകടൽ കൂടിയോട് സ്ഥലത്തെത്തിയപ്പോൾ അണിയമുറച്ചു. തിരയുടെ കേമത്താൽ അമരം തകർന്നു, കപ്പൽ ഉടഞ്ഞു. അപ്പൊ അമരം തകർന്നാൽ ഒരു പടകിനും നിലനിൽപ്പില്ല, ഒരു കപ്പലിനും നിലനിൽപ്പില്ല.
ഇപ്പൊ കർത്താവ് എവിടെ തലവെച്ചെന്ന? അമരത്ത് തലവെച്ചെന്ന. എന്തതിന്റെ അർത്ഥമെന്നറിയാമേ ശിഷ്യന്മാരെ? നിങ്ങൾക്കായി ഈ കാറ്റ് ആകസ്മികം, നിങ്ങൾക്കായി ഈ പ്രതിസന്ധി അവിചാരിതം. എന്നാൽ ലക്ഷ്യസ്ഥാനത്തിലെത്താതിരിക്കാൻ ഇതിനെതിരെ കാറ്റ് വീശി അടിക്കുമെന്ന് എനിക്കറിയാം, തിര തള്ളിക്കയറുമെന്ന് എനിക്കറിയാം. എന്നാൽ വീശി അടിക്കുന്ന കാറ്റിലും തള്ളിക്കയറുന്ന തിരയിലും ഈ പടക് തകരാതിരിക്കാൻ, ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പ് ഇത് ഉടയാതിരിക്കാൻ എന്റെ കരുതൽ ഇതിൻ്റെ അകത്തുണ്ട്. ഇന്ന് രാത്രി പിറകോട്ടിറങ്ങി തിരിഞ്ഞൊന്ന് ചിന്തിച്ച്, എത്ര കാറ്റുകൾ വീശി അടിച്ചത്, എത്ര തിരകൾ തള്ളിക്കയറിയത്. 2025 ജനുവരി മാസം ഇന്ന് രാത്രി ഇതിനകത്തിരുന്ന് സ്തോത്രം ചെയ്തു പറ. തള്ളിക്കയറിയ തിരയും വീശിയടിച്ച കാറ്റും ഉയർന്നു പൊങ്ങിയ പ്രതിസന്ധികളും ഒക്കെ നോക്കിയാൽ തകർന്ന് തരിപ്പണമാകേണ്ടതാണ്. പക്ഷെ ഇവിടം വരെ നടന്ന് കയറി വന്നത് കൈക്കരുത്തുകൊണ്ടല്ല, എന്റെ വിൽ പവർ കൊണ്ടുമല്ല, ദൈവത്തിന്റെ കരുണയാണെന്നോർത്ത് ഈ രാത്രി സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേർ ഈ രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് അതിശക്തമായ ദൈവാലോചന വിളിച്ചു പറയുന്നു. ഇളകി മറിയുന്ന കടൽ കണ്ട്, തള്ളിക്കയറുന്ന തിര കണ്ട്, ഇന്ന് നിനക്കെതിരെ ഉയരുന്ന പൈശാചിക വെല്ലുവിളി കണ്ട് തകരരുത്, നിരാശപ്പെടരുത്. സ്തോത്രം ചെയ്തു പറ. ഈ ഉഗ്ര പ്രതിസന്ധിയുടെ നടുവിൽ, ഈ വീശിയടിക്കുന്ന കാറ്റിൽ, ഈ തള്ളിക്കയറുന്ന തിരയിൽ എന്നെ ജയകരമായി നടത്താൻ, എന്നെ അത്ഭുതകരമായി നടത്താൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ആ ബോധ്യമുള്ളവർ, ആ ഉറപ്പുള്ളവർ അതരം തുറന്ന് ഒരുമിച്ച് പറയും, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. എത്ര പേർക്ക് ആ വാക്കിന് ആമേൻ പറയാൻ ആത്മനിയോഗമുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കാര്യം കൂടി ഇന്ന് രാത്രി ഞാൻ പറയാം. ഇതാ സഭ. ഒരാമേനൊന്ന് പറ. ഈ അക്കരയ്ക്ക് പോകുന്ന പടകൊണ്ടല്ലോ, ദൈവസഭയുടെ ഒരു ചെറിയ പതിപ്പ. ഇതിനെതിരെ കാറ്റടിച്ചതുപോലെ, തിര തള്ളി കയറിയതുപോലെ, ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പ് നടുക്കടലിൽ മുക്കാൻ ഇരുളിന്റെ ശക്തികൾ തന്ത്രങ്ങൾ അഴിച്ചു വിട്ടതുപോലെ കഴിഞ്ഞ 2024 വർഷമായി നിത്യത എന്ന തുറമുഖത്തെ ലക്ഷ്യമാക്കി ദൈവസഭ ലോകവാരിധിയിലൂടെ കടന്നു പോകുകയാണ്. എന്തെന്ത് പ്രതിസന്ധികൾ ആരെല്ലാം ഉയർത്തി വിട്ടതാ. ദുഷ്ടപിശാചും കാലാകാലങ്ങളിലെ സാമ്രാജ്യങ്ങളും ലോക ഭരണകൂടങ്ങളും ഭരണാധികാരികളും ഇതിനെ തകർത്ത് കളയാൻ എന്തെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞു, എന്തെല്ലാം ഗൂഢപദ്ധതികൾ തയ്യാറാക്കി. പക്ഷെ അവരൊക്കെ മെനഞ്ഞ തന്ത്രങ്ങളുടെ നടുവിൽ, അവരൊക്കെ ഒരുക്കിയ കുതന്ത്രങ്ങളുടെ നടുവിൽ ഇതിനൊരു കേടും വരാതെ ഇന്ന് വരെ ദൈവം നടത്തിയെങ്കിൽ ആത്മാവിൽ സ്തോത്രം ചെയ്ത് അഭിഷക്തന്മാർ ദൈവമക്കൾ സ്തോത്രം ചെയ്ത് പറ, ഈ ദൈവം, എല്ലാവരും ഒരുമിച്ചെന്ന് പറയാമോ? ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. കരമുയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്തു പറ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. വീശിയടിക്കുന്ന കാറ്റ്, തള്ളിക്കയറുന്ന തിര, മുങ്ങുന്ന പടക്, അലറിക്കരയുന്ന 12 ശിഷ്യന്മാർ. എന്നാൽ അവരുടെ നടുവിൽ, ആ പ്രതിസന്ധിയിൽ യേശു ശാന്തമായി ഉറങ്ങി. ഒരാമേനൊന്ന് പറ. ആ പ്രതിസന്ധിയുടെ നടുവിൽ യേശു കർത്താവിന് ശാന്തമായി ഉറങ്ങാൻ കഴിഞ്ഞു. അതാ അദ്ദേഹം അനുഭവിച്ച സമാധാനോ. രണ്ടാമത്തെ ഒരു പശ്ചാത്തലം കൂടെ പറയാം. ഗെത്സമന തോട്ടത്തിലേക്ക് നമുക്കൊന്നുകൂടെ വരണം. 3 ഗ്രൂപ്പിനെ നമുക്കവിടെ കാണാം. ഒന്ന്, യേശു കർത്താവിനെ പിടിക്കാൻ വരുന്ന പടയാളികൾ, സേവകർ, ആൾക്കൂട്ടമാണ്. അവരുടെ ചിന്ത ഈ അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് ആളാരാണ് എന്നൊന്ന് ബോധ്യമായാൽ മതി. കുന്തവും ബന്ധവും വാളും വടിയുമായിട്ടൊക്കെയാണ് അവർ വരുന്നത്. ആളെ തിരിച്ചറിഞ്ഞാൽ ആ സെക്കൻഡിൽ പിടിക്കാം. ആ സന്നാഹവുമായിട്ടാണ് അവർ വരുന്നത്.
അവരങ്ങനെ വരുമ്പോ എൻ്റെ രക്ഷിതാവ് അങ്ങോട്ട് ചെന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? യേശു കർത്താവിൻ്റെ മറുപടി, അവരുടെ മറുപടി, നസറയനായ യേശുവിനെ. എൻ്റെ പൊന്നു കർത്താവ് പ്രതികരിച്ചു, അത് ഞാനാകുന്നു. ഓ, ഞാനാകുന്നു എന്ന് പറഞ്ഞതും അവരെല്ലാരും കൂടെ ബോധം കെട്ട് പുറകോട്ട് വീണു. ഒരാമേനെന്ന് പറഞ്ഞു. യേശുവിൻ്റെ സ്ഥാനത്ത് വേറെ ആരാണേലും രക്ഷപ്പെട്ടേനെ. ഈ പഴയ നിയമത്തിലെ ഒരു പ്രവാചകനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഏലീശ. ആരാം രാജാവ് അദ്ദേഹത്തെ പിടിക്കാൻ സൈന്യത്തെ വിട്ടു. സൈന്യം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അകത്തൊരു ആശങ്ക, ഒരൊറ്റ പ്രാർത്ഥന, ദൈവമേ അവരുടെ കാഴ്ച അങ്ങ് കളഞ്ഞേക്കണം. മുഴുവൻ എണ്ണത്തിൻ്റെയും കാഴ്ച പോയി. ഞാൻ പലപ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ട്. ദൈവമേ, ആ അധികാരം എങ്ങാനും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഓരോരുത്തരും കാഴ്ച കാണുകയില്ലായിരുന്നു. പല കൃപാവരവും നമുക്ക് ദൈവം തരാത്തത് നമ്മൾ അതിനെ തെറ്റായി കൈകാര്യം ചെയ്യുമെന്നുള്ളതുകൊണ്ടാണ്. കൃപാവരം കിട്ടുന്നതിന് മുമ്പ് അത് നന്നായി കൈകാര്യം ചെയ്യാനുള്ള കൃപയും കൂടെ മേടിച്ചിട്ടേ പ്രാപിക്കാവൂ. ഒത്തിരി കൃപാവരങ്ങളുള്ളവരുണ്ട്, പക്ഷേ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തതിൻ്റെ ഭവിഷ്യത്താണ് ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പരിജ്ഞാനത്തോടെയും വിവേകത്തോടെയും എനിക്കെന്ത് നേട്ടം എന്നതിനപ്പുറത്ത് മനുഷ്യാത്മാക്കളുടെ രക്ഷയും ദൈവനാമത്തിൻ്റെ മഹത്വവും എന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി അത് വിനിയോഗിക്കാനുള്ള കൃപ തരണമെന്ന് ഇന്ന് രാത്രി നാം നിർവ്യാജ ഹൃദയത്തോടെ പ്രാർത്ഥിച്ചാൽ കൃപാവരങ്ങളുടെ പകർച്ചകൾ നമ്മുടെ നടുവിൽ തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവരുടെ കാഴ്ച പോയപ്പോൾ ഒന്നും അറിയാതെ ഏലീശ എന്ന് പറയുകയാണ്. ആരെ തെരഞ്ഞു വന്ന? ഇവിടെ ഒരു പ്രവാചകനുണ്ട് ഏലീശ എന്ന് പറയും. അയ്യോ, അങ്ങേര് ഇവിടെ ഇല്ല, അങ്ങേരുള്ളിടം ഞാൻ കാണിച്ചു തരാം, എൻ്റെ കൂടെ വരാം. വഴികാട്ടിയായിട്ട് അദ്ദേഹം പോയി ശമരിയിലെത്തിയപ്പോൾ തിരിച്ചൊരൊറ്റ പ്രാർത്ഥന, ദൈവമേ കാഴ്ച തിരിച്ചു കൊടുക്കണം. അപ്പോഴാണ് മനസ്സിലായത് പറ്റിക്കപ്പെടുകയായിരുന്നു എന്ന്. അപ്പൊ പഴയ നിയമത്തിൽ ഏലീശായിക്കൊരു പ്രതിസന്ധി ഉണ്ടായപ്പോ പിടിക്കാൻ വന്നവരുടെ കാഴ്ച കളഞ്ഞ് അദ്ദേഹം ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ എൻ്റെ രക്ഷിതാവ് പിടിക്കാൻ വന്നവരോട് അത് ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും പിറകോട്ട് വീണ് കിടക്കുക അല്ലേ പ്രിയരെ? ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, യേശു ക്രിസ്തു ദൈവമാണോ? ദൈവമാണെങ്കിൽ ദൈവത്തെ പിടിക്കാൻ പറ്റുമോ? ദൈവത്തെ കൊല്ലാൻ പറ്റുമോ? ദൈവത്തെ ക്രൂശിക്കാൻ പറ്റുമോ? ഞാൻ അങ്ങനെയുള്ളവരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നിങ്ങളോട് ആരാ പറഞ്ഞ് യേശുവിനെ പിടിച്ചതാന്ന്? യേശുവിനെ പിടിച്ചതല്ല, കൊന്നതല്ല, ക്രൂശിച്ചതല്ല. യേശുവിനെ ആർക്കും പിടിക്കാനൊട്ട് കഴിയുമായിരുന്നില്ല. ഇവര് ബോധം കെട്ട് കിടക്കുമ്പോൾ യേശുവിന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ യേശുവിനെ അവര് പിടിച്ചതല്ല. ഇന്ന് എന്നെ പിടിച്ചോളാൻ പറഞ്ഞ് കർത്താവ് കൈനീട്ടി കൊടുത്തതാ. അതുകൊണ്ട് യോഹന്നാൻ 10 പറയുന്നത്, മനുഷ്യപുത്രന് തന്റെ ജീവനെ കൊടുപ്പാനും. കൃപയുള്ള അഭിഷിക്തന്മാർ ദൈവമക്കൾ ഒരുമിച്ച് ആ വാക്കെന്ന് പറ. മനുഷ്യപുത്രന് തന്റെ ജീവനെ കൊടുപ്പാനും അതിനെ തിരികെ പ്രാപിക്കാനും അധികാരമുണ്ട്. യേശുവിന്റെ ജീവനെ ആരും എടുത്തതല്ല, യേശു തന്റെ ജീവനെ കൊടുത്തതാണ്. അവൻ തന്റെ ജീവനെ വെച്ചു തന്നതിനാൽ സ്നേഹമെന്നു വെളിപ്പെടുത്തിയിരിക്കുന്നു. മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി എന്റെ രക്ഷിതാവ് തന്റെ ജീവനെ വെച്ചു തന്നതാണ്. അനേകരുടെ പാപമോചനത്തിന് യേശു തന്റെ ജീവനെ കൊടുത്തതാണ്. ഒന്നുകൂടെ അത് ഈ ഗ്രൗണ്ടിൽ പറയാൻ എനിക്ക് ആരോഗ്യവും ആയുസ്സും തന്ന് എന്റെ ദൈവത്തിന് സ്തോത്രമെന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ നന്ദി പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? ഞാൻ പലപ്പോഴും ഓർക്കും, ദൈവമേ ഇന്ന് എന്നെ പിടിച്ചോളാൻ പറഞ്ഞ് കർത്താവ് കൈ നീട്ടി കൊടുക്കുമ്പോൾ അവരെ പിടിക്കുന്ന രംഗം. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് വീരശൂര പരാക്രമികളായ ശിഷ്യന്മാരാണ്. മരിച്ചാലും മറക്കുകയാലെന്ന് പറഞ്ഞ പത്രോസ്. എല്ലാരും കൂടെ ഓടിയ ഓട്ടം നിങ്ങളുടെ മനസ്സിൽ കണ്ടാൽ മതി. എന്നാൽ ആ ഗത്സമനയിൽ പ്രതിസന്ധിയിൽ സമാധാനം അനുഭവിക്കുന്ന ഒരേ ഒരാൾ, അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. എങ്ങനെ അറിയാം അത്? ശ്രദ്ധിച്ചേ. നമ്മളെത്ര കരുത്തന്മാരായ മനുഷ്യരാണേലും നമ്മൾ മാനസികമായി തകർന്നാൽ നമ്മളെ കൊണ്ടൊന്നും നടക്കുകയില്ല. ഈ ഫുട്ബോള്, ക്രിക്കറ്റ് ടീമുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് നല്ല പരിശീലകരുമുണ്ട്.
പക്ഷെ നല്ല പരിശീലകർ മാത്രമല്ല ഉള്ളത്, മനഃശാസ്ത്ര വിദഗ്ധരും കൂടെയുണ്ട്. കാരണം എത്ര നല്ല ഗോൾ കീപ്പർ ആണെങ്കിലും, എത്ര നല്ല ഗോൾ അടിക്കുന്നവനാണെങ്കിലും, എത്ര നല്ല പ്രതിരോധം തീർക്കുന്നവനാണെങ്കിലും, എത്ര നല്ല ബാറ്റ് ചെയ്യുന്നവനാണെങ്കിലും, ബോൾ ചെയ്യുന്നവനാണെങ്കിലും, ഫീൽഡ് ചെയ്യുന്നവനാണെങ്കിലും, കീപ്പ് ചെയ്യുന്നവനാണെങ്കിലും മാനസികമായി തകർന്നാൽ ഗോൾ പോസ്റ്റ് വെറുതെ കിടന്നാലും അവൻ അടിക്കുകയില്ല, ബോൾ അവൻ കാണുകയല്ലോ. ഒരു നല്ല ആമേനൊന്ന് പറ. കാരണം മാനസികമായി തകർന്നാൽ എത്ര കഴിവുണ്ടെങ്കിലും, എത്ര പരിചയമുണ്ടെങ്കിലും അത് പുറത്തെടുക്കാൻ പറ്റില്ല. ഇത് ദുഷ്ടപിശാചിന് അറിയാം പ്രിയരെ. അതുകൊണ്ടല്ല ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന പലരെയും, കൃപാവരങ്ങളുള്ളവർ, ദൈവകൃപയുള്ളവർ, പ്രാർത്ഥിക്കുന്നവർ, അവർ മാനസികമായി തകർന്നാൽ ആ കൃപാവരങ്ങൾ ജ്വലിക്കപ്പെടുകയില്ലെന്ന്, അവർ പ്രയോജനപ്പെടുകയില്ലെന്ന്, അവർ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുകയില്ലെന്ന് അറിയാവുന്ന ദുഷ്ടശക്തി, പൈശാചിക ശക്തി ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്, അതല്ലെങ്കിൽ വേറൊരു തരത്തിൽ മാനസിക സംഘർഷങ്ങൾ ഇടത്തക്ക നിലയിൽ പ്രതിസന്ധികൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് അയക്കുന്നത്. ഇന്ന് രാത്രി എന്റെ സന്ദേശം കേൾക്കുന്ന ദൈവത്താൽ കത്തി ജ്വലിക്കപ്പെടേണ്ട കൃപാവരങ്ങളുടെ പകർച്ചകളിലൂടെ അനേകർക്ക് പ്രയോജനകരമായി മാറേണ്ട, പ്രാർത്ഥനാ മുറിയിൽ ഇരുളിന്റെ ശക്തികളെ തകർക്കേണ്ടുന്ന ഏതെങ്കിലും അഭിഷക്തന്മാർ, ദൈവമക്കൾ, ഇന്ന് രാത്രി ദുഷ്ടപിശാച് അയക്കുന്ന മാനസിക ക്ലേശങ്ങളാൽ കൃപാവരങ്ങൾ ജ്വലിക്കപ്പെടാതെ, ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ, ആത്മീക ജീവിതത്തിൽ കുതിക്കാൻ കഴിയാതെ ഇന്ന് രാത്രി തടസ്സമായി ആമേൻ ദുഷ്ടശക്തികളിട്ട പ്രതിസന്ധിയിൽ വേദനപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ കൽപ്പിക്കുന്നു. ആ പൈശാചിക ശക്തികൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. പരപ്രേരണ കൂടാതെയും ഞാൻ പറയാതെയും അതരം തുറന്ന കരമടിച്ച് ഈ രാത്രി ദൈവത്തിന് സ്തോത്രം പറയാൻ ആത്മാവിൽ സ്തോത്രം ചെയ്ത് ആ പൈശാചിക ശക്തികളുടെ മേൽ ജയമേറ്റെടുക്കാൻ എത്ര പേര് ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ പ്രവഹിക്കട്ടെ പ്രിയരെ. മാനസിക സംഘർഷങ്ങൾ, അഭിഷേകനെ താങ്കൾ മിനിസ്ട്രിയിൽ മുന്നോട്ട് കുതിക്കാൻ കഴിയാതെ ദൈവം കൈമാറിയ മിനിസ്ട്രി അനേകർക്ക് പ്രയോജനകരമായി മാറത്തക്ക നിലയിൽ ആമേൻ വിനിയോഗിക്കാൻ കഴിയാതെ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളോട് ഈ രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ, വളരെ പ്രയോജനകരമായി കർത്താവിന് മാറേണ്ട പലതും ആ നിലകളിൽ ഉയർന്നു വരാൻ കഴിയാതെ, നിങ്ങൾക്ക് ചില മാനസിക പ്രതിസന്ധികളുടെ തടവറയിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ചില പോരുകളെ ഇന്ന് രാത്രി ദൈവാത്മാവ് അഴിച്ചു മാറ്റുകയാണ്. യോസേ ഫലപ്രദമായ വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. വില്ലാളികൾ അവനെ എയ്തു, അവനെ വിഷമിപ്പിച്ചു. ഇന്ന് രാത്രി വില്ലാളികൾ എയ്ത് വിഷമിപ്പിക്കുന്നത് പോലെ ചിലർക്കെതിരെ ഇരുളിന്റെ ശക്തികൾ ഈ രാത്രി തൊടുത്തുവിടുന്ന അവന്റെ ചില ആയുധങ്ങളെ, അവന്റെ ചില പദ്ധതികളെ, അവന്റെ ചില തന്ത്രങ്ങളെ ദൈവത്തിന്റെ അഭിഷേകന്മാരായ, ദൈവത്തിന്റെ ജനമായ ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ രാത്രി ശാസിക്കുകയാണ്. അഭിഷേകം പ്രാപിച്ച ദൈവദാസന്മാർ, ദൈവമക്കൾ കരമടിച്ച് അന്യഭാഷയിൽ അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് പ്രവഹിക്കട്ടെ. നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും പ്രാണനിലും ഈ രാത്രി ദൈവശക്തി വ്യാപരിക്കട്ടെ. ചിലർ ഈ രാത്രി സ്വതന്ത്രമാകുന്ന രാത്രിയാകട്ടെ. Glory, 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 glory. മാനസികമായി ചിലരെ നാളുകളായി ഹല്ലേലൂയ പുറത്തു വരാൻ സമ്മതിക്കാതെ മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ട് കീഴടക്കാൻ ശ്രമിക്കുന്ന ആ പൈശാചിക വ്യാപാരങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുകയാണ്. വചനത്താൽ, പരിശുദ്ധാത്മാവിനാൽ ഈ രാത്രിയുടെ ദൈവിക വിടുതൽ, ദൈവിക സ്വാതന്ത്ര്യം ഇതിനകത്ത് സംഭവിക്കട്ടെ. ജീസസ്.
പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ഹിതമുള്ളത് ചെയ്യണമേ, ചെയ്യണമേ, ചെയ്യണമേ. ഞങ്ങൾ ഇന്ന് രാത്രി ഉപകരണങ്ങൾ മാത്രമാണ്. ഈ ജനത്തോട് കരുണ കാണിക്കണമേ, അഭിഷിക്തന്മാരോട് കരുണ കാണിക്കണമേ. എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഊധിക്കും. നാളിതുവരെ ചിലത് പുറത്തു വരാൻ കഴിയാതെ, ചിലത് തനതായ നിലയിൽ പ്രയോജനപ്പെടാൻ കഴിയാതെ, അനുവദിക്കാതെ മാനസിക സംഘർഷങ്ങളിൽ അവരെ കുരുക്കിയിട്ട് ആ പൈശാചിക ശക്തിയെ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അഴിച്ചു മാറ്റുകയാണ്. ഹല്ലേലൂയ. ശരബലബനഗടഗദനഗടഗസിയാധനാധനാധന ഗ്ലോറി. ഇന്ന് രാത്രി അഭിഷിക്തന്മാരോട്, ദൈവമക്കളോട് ദൈവം പറയുന്നു, ദൈവം തുറന്ന പല വഴികളും പ്രയോജനകരമാക്കാൻ കഴിയാത്ത നിലയിൽ നമ്മെ മാനസികമായി തകർത്ത ചില മേഖലകളെ ഈ രാത്രി ദൈവം പൊളിക്കുകയാണ്. കർത്താവ് എന്നോട് പറയുന്നു, പൗലോസ് ഒരു സുവിശേഷത്തിന് വേണ്ടി ഒരു വാതിൽ തുറന്നു കിട്ടിയാൽ ജീവൻ പോകേണ്ടി വന്നാലും അത് വിനിയോഗിക്കാൻ തയ്യാറുള്ള ആളാണ്. അതുകൊണ്ടാണ് എഫെസോസിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഞാൻ പെന്തക്കോസ്ത് വരെ എഫെസോസിൽ പാർക്കും. എനിക്ക് വലിയതും, ഒരു നല്ല ആമേൻ പറഞ്ഞ്, എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. എതിരാളികളും, അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? യെരുശലേമിൽ പെന്തക്കോസ്ത് പെരുന്നാൾ നടക്കുന്ന സമയത്ത് ഇവിടെ മറ്റൊരു കാര്യം നടക്കും. അത് ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല. ആ കാര്യത്തിന് വേണ്ടി ലോകമെമ്പാടുമുള്ള മനുഷ്യർ അവിടെ വരും. കാരണം ആ പട്ടണത്തിനൊരു വലിയ പ്രസക്തിയുണ്ട്. ആ കാര്യത്തിന് അവിടെ വരും. ഇപ്പൊ പൗലോസ് പറയാണ്, പെന്തക്കോസ്ത് അവിടെ നടക്കുമ്പോൾ ഇവിടെ ഇത് നടക്കും. അപ്പോൾ ഞാനേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന 10,000 എനിക്ക് ഒന്നിച്ച് കിട്ടുന്ന സന്ദർഭം. അതുകൊണ്ട് ഇപ്പം ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ഞാൻ ഇവിടെ പാർക്കും. എനിക്ക് വലിയതും, ഒരു നല്ല ആമേൻ പറഞ്ഞ്, വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. എതിരാളികളും പലരുണ്ട്. എതിരുണ്ട് എന്നുള്ളത് കൊണ്ട് തുറക്കപ്പെട്ട വാതിൽ ഇട്ടേച്ച് പൗലോസ് പോയില്ല. അത് പ്രയോജനപ്പെടുത്താൻ പൗലോസ് ആഗ്രഹിച്ചു. അത് പ്രയോജനപ്പെടുത്താൻ ആഗ്രഹമുള്ള ആളാണ് പൗലോസ്. തനിക്ക് എന്ത് സംഭവിക്കും എന്നതിലല്ല, തുറന്ന വാതിലുകൾ പ്രയോജനപ്പെടുത്തുക, അതാണ് പൗലോസിന്റെ ലക്ഷ്യം. പക്ഷെ എന്നെ വേദനിപ്പിച്ച മറ്റൊരു സംഭവം ഉണ്ടായി. പൗലോസ് മറ്റൊരു ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു, ത്രോവാസിൽ എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയാറ്, എൻ്റെ മകനായ തീത്തോസിനെ കാണായികയാൽ മനസ്സിൽ സ്വസ്ഥതയില്ലായികയാൽ ഞാൻ മക്കദോനിയിലേക്ക് പോയി. ത്രോവാസിൽ സുവിശേഷത്തിന് വാതിൽ തുറന്നു കിട്ടിയതാ. അത് പ്രയോജനപ്പെടുത്താൻ പൗലോസിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ കൊരിന്ത് സഭയോട് ബന്ധപ്പെട്ട ചില പ്രതിസന്ധികൾ, ഒരാമേൻ എന്ന് പറ, ആ പ്രതിസന്ധികൾ തീർക്കാൻ തീത്തോസിനെ കൊരിന്തിലേക്ക് വിട്ടതാ. പക്ഷെ പ്രതീക്ഷിച്ച സമയത്തൊന്നും പ്രശ്നം തീർത്ത് തീത്തോസ് വന്നില്ല. അവിടെ പ്രശ്നങ്ങൾ കുഴഞ്ഞു മറിയുന്നു. എന്ത് ചെയ്യുമെന്നറിയാൻ കഴിയാതെ, മാനസിക സമ്മർദ്ദങ്ങൾ താങ്ങാൻ കഴിയാതെ പൗലോസ് പറയുകയാണ്, ത്രോവാസിൽ എനിക്കൊരു വാതിൽ തുറന്ന് കിട്ടിയതാ, പക്ഷെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല. മക്കദോനിയിലേക്ക് എനിക്ക് പോകേണ്ടി വന്നു. കാരണം ത്രോവാസിൽ തീത്തോസിന് വരുന്നതിനേക്കാൾ എളുപ്പം മക്കദോനിയിലേക്ക് വരുന്നതാ. അപ്പൊ അവനെ വേഗം കാണാനുള്ള ആ പ്രശ്നത്തെ സംബന്ധിച്ചുള്ള പൗലോസിന്റെ ആകുലത ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുകയാണ്. തുറക്കപ്പെട്ട പല വാതിലുകളും നമുക്ക് പ്രയോജനകരമാക്കാൻ കഴിയാത്ത നിലയിൽ ആന്തരികമായി ഇന്ന് രാത്രി മാനസികമായി പ്രതിസന്ധിയിലാക്കുന്ന ഏതെങ്കിലും പൈശാചിക പോരുകൾ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അതൊന്ന് അഴിഞ്ഞു മാറട്ടെ.
മാറാൻ ആത്മാവിൽ സ്തോത്രം ചെയ്ത് സടകുടഞ്ഞെഴുന്നേറ്റ് ആത്മാവിൽ സ്തോത്രം ചെയ്ത് ആ പൈശാചിക ശക്തിയെ ശാസിക്കാൻ ആത്മബലമുള്ള എത്ര പേരുണ്ട്? കരമടിച്ച് അന്യഭാഷയിൽ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ചില പൈശാചിക പദ്ധതികൾ ഈ രാത്രി ദൈവാത്മാവ് അഴിച്ച് മാറ്റുകയാണ്. ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. അദൃശ്യ മണ്ഡലത്തിൽ ഈ രാത്രി നമുക്കെതിരെ നിൽക്കുന്ന പൈശാചിക ശക്തികൾ തോട്ടോടുന്ന രാത്രിയായി മാറട്ടെ. അദൃശ്യ മണ്ഡലത്തിൽ ഈ രാത്രി ദൈവിക വിടുതൽ സംഭവിക്കട്ടെ. കർത്താവേ, അങ്ങനെക്ക് തന്ന വചനത്തിന്റെ വെളിപ്പാടിനാലും അങ്ങ് തന്ന വചനത്തിന്റെ ദൂതിനാലും എനിക്കെതിരെയോ ഈ അഭിഷക്തന്മാർക്കെതിരെയോ ഞങ്ങളുടെ കുടുംബങ്ങൾക്കെതിരെയോ ഞങ്ങളുടെ തലമുറകൾക്കെതിരെയോ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെതിരെയോ ദൈവം തന്ന പ്രാദേശിക സഭകൾക്കെതിരെയോ ആ നിലകൾ ഉയർന്നു പൊങ്ങുന്ന പൈശാചിക പോരുകൾ ഉണ്ടെങ്കിൽ, അവയുടെ വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുകയാണ്. ആ പൈശാചിക പോരുകൾ ഈ രാത്രി അഴിയട്ടപ്പോ. കരമുയർത്തി ഒരിക്കൽ കൂടി നല്ല ആമേൻ കർത്താവിന് പറയാം. അപ്പൊ നമ്മൾ എത്ര കരുത്തന്മാരായ മനുഷ്യരാണേലും നമ്മൾ മാനസികമായി തകർന്നാൽ നമ്മളെ കൊണ്ടൊന്നും നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ യേശുവിനെ ഒന്ന് നോക്കിക്കേ, പ്രതിസന്ധിയുടെ തീക്കുണ്ടത്തിന്റെ അകത്താണ്. ആ സമയത്താണ് പത്രോസിന്റെ വാളിന്റെ വായുത്തലയേറ്റ് മൽക്കോസിന്റെ വലത്തെ കാത് ഗത്സമനിയുടെ പച്ച മണ്ണിൽ കിടന്ന് പിടയ്ക്കുന്നത്. യേശുവിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും കണ്ടില്ലെന്ന് നടിച്ചു പോകത്തേ ഉള്ളൂ. കാരണം താനായി തന്നെ പ്രതിസന്ധിയില്ല. പിന്നെങ്ങനെ അവന്റെ കാതൊട്ടിക്കാൻ കർത്താവിന് കഴിയുക? പക്ഷെ താൻ പ്രതിസന്ധിയിലായിരിക്കുമ്പോഴും മൽക്കോസിന്റെ കാതെടുത്ത് യഥാസ്ഥാനത്തൊട്ടിച്ചു കൊടുത്തു. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് ചോദിക്കുന്നു, മൽക്കോസിന്റെ വലത്തെ കാതൊട്ടിക്കാൻ യേശുവിന് ഇഷ്ടം തോന്നിയെങ്കിൽ എൻ്റെ മേലും നിങ്ങളുടെ മേലും ഈ സുവിശേഷ യോഗത്തിന്റെ രണ്ടാമത്തെ രാത്രി ഒരത്ഭുത രോഗശാന്തി പകരണമെന്ന് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ആരും നിങ്ങളുടെ തലയിൽ കൈവയ്ക്കേണ്ട. ഈ രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ, ഉള്ളങ്കാൽ മുതൽ നെറുക വരെ നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ, ബാഹ്യ അവയവങ്ങളിൽ, രക്തധമനികളിൽ, മാംസപേശികളിൽ, ഹൃദയത്തിൽ, സെല്ലുകളിൽ, കോശങ്ങളിൽ ആ ദൈവശക്തിയുടെ വ്യാപാരം അയച്ച് അത്ഭുത രോഗശാന്തി നമ്മുടെ നടുവിൽ ചെയ്യാൻ ദൈവത്തിന് കഴിയും. എത്ര പേർ ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നു, അത് ഏറ്റെടുക്കുന്നു? അതരങ്ങൾ തുടർന്ന് അല്പനിമിഷം ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്തു. ആരുടെയും തല, ആരുടെയും കൈ നിങ്ങളുടെ തലയിൽ വരണ്ട പ്രിയരെ. ഈ രാത്രി നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ആണിപ്പാടേറ്റ കർത്താവിന്റെ കരം ഈ രാത്രി ഇവിടെ മുഴങ്ങുന്ന ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ പ്രവഹിച്ച് അത്ഭുത രോഗശാന്തികൾ ഇതിനകത്ത് സംഭവിക്കട്ടെ. വിശ്വസിക്കുന്നവർ കരമടിച്ച് അധരങ്ങൾ തുറന്ന് അന്യഭാഷയിൽ അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ രാത്രി എനിക്ക് ഉറപ്പുണ്ട്, രോഗശാന്തി ഇതിനകത്ത് ഈ രാത്രി ദൈവം അയക്കും. കർത്താവ് അത് ചെയ്യും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശു കർത്താവിന്റെ നാമത്തിൽ എൻ്റെ മേൽ ആ രോഗശാന്തി ഇറങ്ങട്ടെ, നിങ്ങളുടെ മേൽ ആ രോഗശാന്തി ഇറങ്ങട്ടെ. നമ്മുടെ മർത്തിയ ശരീരത്തിൽ ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കും. അപ്പൊ താൻ ആ പ്രതിസന്ധിയിൽ ആയിരിക്കുമ്പോഴും
അല്ല, പ്രതിസന്ധിയുടെ തീക്കൊണ്ടത്തിൽ നിൽക്കുമ്പോഴും മൽക്കോസിന്റെ വലത്തേക്കാത് ഒട്ടിച്ചു. അഭിഷക്തന്മാരോട് ദൈവമക്കളോട് ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയാം, നിങ്ങളുടെ എല്ലാ പ്രശ്നവും മാറിയിട്ട് പ്രശ്നത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇരിക്കരുത്. ഒരു നല്ല ആമേൻ പറ. നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യവും ഒരു കുഴപ്പവും ഇല്ലാതിരുന്നിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇരിക്കരുത്. കാരണം അങ്ങനെ ഒരു മിനിസ്ട്രി ഇല്ല. അടുത്തൊരു കാര്യം കൂടി ഞാൻ പറയാം. ആരെങ്കിലും ബലഹീനരായി കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ അവരെ പരിഹസിക്കുകയും അരുത്. ചിലരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പുച്ഛിച്ച് അവൻ 8-10 എന്നാ നടക്കുന്നത്, അവനാണോ രോഗികൾക്ക് വേണ്ടി? നോ, അങ്ങനെ പറയരുത്. ആത്മീക ശുശ്രൂഷ എന്താണെന്നറിയാവോ? സ്വയം മുറിവേറ്റുകൊണ്ട് മറ്റുള്ളവരുടെ മുറിവിനെ കെട്ടുന്നതാണ് ദൈവം നമുക്ക് തന്ന മിനിസ്ട്രി എങ്കിൽ ഇന്ന് രാത്രി ഞാൻ ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ ഏതെങ്കിലും രോഗങ്ങളോ ശാരീരിക ബലഹീനതകളോ പരിമിതികളോ ദൈവം തന്ന മിനിസ്ട്രിയിൽ നിന്ന് നിങ്ങളെ പിറകോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാഗൽഭ്യത്തെ കെടുത്തുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ കെട്ടിനെ പൊട്ടിച്ചു പുറത്തു വരണം. എന്നിട്ട് സ്തോത്രം ചെയ്ത് പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. എത്ര പേർക്ക് സ്തോത്രം ചെയ്ത് പറയാൻ കഴിയും? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ എന്നെ ബലപ്പെടുത്തുന്നു. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവകൃപയുടെ വ്യാപാരം എന്റെ മേൽ പകർന്ന് എന്നെ അസാധാരണ പ്രയോജനകരമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയോ? അപ്പോ മൽക്കോസിന്റെ വലത്തേക്കാത് കർത്താവ് അവിടെ ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഹൃദയത്തിൽ അനുഭവിച്ച സമാധാനം. ഒരു നല്ല ആമേനെന്ന് പറ. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നെന്ന് പറഞ്ഞാൽ ആശയം അതാ. എന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ അനുഭവിച്ച സമാധാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. എത്ര പേർക്ക് സന്തോഷത്തോടെ ആമേൻ പറയാൻ കഴിയും? ആ സമാധാനത്തിന്റെ കൈമാറ്റം കിട്ടപ്പെട്ടവരാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. 2, ആ സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ? ഒറ്റ ഉദാഹരണം പറഞ്ഞിട്ട് വേറെ കാര്യം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കും. ആ സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റും, അനുഭവിക്കാൻ പറ്റണം. ഉദാഹരണം പറയാമേ. ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വായിക്കേണ്ട 12-ാം അധ്യായമാണ്. പത്രോസിനെ ഹെരോദ രാജാവ് പിടിച്ചു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കഴിഞ്ഞ് വിസ്തരിച്ച് ശിരച്ഛേദം ചെയ്യാനായിട്ട് തീരുമാനിച്ച് കാരാഗ്രഹത്തിലിട്ടിരിക്കുക. 4 കൂട്ടമുള്ള 4 ചേവകർ അല്ലെ, 4 കൂട്ടം, 16 പടയാളികൾ. പത്രോസ് ആ കാരാഗ്രഹത്തിൽ കിടന്നുറങ്ങുകയാണ്. എന്റെ ചോദ്യം, കൊല്ലപ്പെടുന്നതിന്റെ തലേ രാത്രി കൊല്ലപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് ആർക്കും അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നു? ഒരു നല്ല ആമേനൊന്ന് പറ. ആർക്കും അങ്ങനെ ഉറങ്ങാൻ പറ്റുകയില്ല. നമുക്ക് പത്രോസിനോട് ചോദിക്കാം, പത്രോസേ, നാളെ നേരം വെളുത്താൽ ഹേരോദാവ് താങ്കളെ വിസ്തരിക്കും, എന്നിട്ട് താങ്കളെ ശിരച്ഛേദം ചെയ്യും, അത് അറിഞ്ഞുകൂടെ? പത്രോസ് പറയും, എനിക്കറിയാം. നമ്മുടെ ചോദ്യം, അറിയാമെങ്കിൽ പിന്നെ എങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നു? അതിന് നമ്മുടെ മറുപടി വാഗ്ദത്തം ഉള്ളത് കൊണ്ടാണ്. അതിൽ കൂടുതൽ എന്തോ വാഗ്ദത്തമുള്ള നമ്മൾ വാഗ്ദത്തം ഉള്ളത് കൊണ്ടാണോ പത്രോസ് കിടന്നുറങ്ങുന്നത്? അതുകൊണ്ട് മാത്രമല്ല പ്രിയരെ. പത്രോസ് പറയും, നാളെ നേരം വെളുത്താൽ ഹേരോദാവ് എൻ്റെ തല വെട്ടുമെന്ന് എനിക്കറിയാം. അതറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ കിടന്നിങ്ങനെ ഉറങ്ങാനൊരു കാരണമുണ്ട്. ഈ ജയിലറയുടെ പരുക്കൻ തറയിൽ ഞാനിങ്ങനെ ഉറങ്ങാൻ കാരണം എൻ്റെ കഴിവല്ലെന്നേ. ഗെത്സമന തോട്ടത്തിൽ കൊല്ലപ്പെടുന്നതിൻ്റെ തലേ രാത്രി എൻ്റെ രക്ഷിതാവ് അനുഭവിച്ച സമാധാനം ഞാൻ പോലും അറിയാതെ ഈ അനർഗള നിമിഷത്തിൽ, ഈ പ്രത്യേക സന്ദർഭത്തിൽ എൻ്റെ മേൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അതാ ഞാൻ സുഖമായി ഉറങ്ങാൻ കാരണം. അതാ ദൈവാനുഗ്രഹം പ്രിയരെ, അതാ ദൈവം തന്ന നന്മ പ്രിയരെ. നാം പോലും അറിയാതെ നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മെ നിലനിർത്താൻ ഇറങ്ങി വരുന്ന ഒരു ദൈവിക അതുല്യ അനുഗ്രഹമുണ്ട്. അതിന്റെ പേരാണ് ദൈവിക സമാധാനം. അത് അനുഭവിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവരുടെ കര ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
ചില പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ട് പിറകോട്ടിറങ്ങി തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ അത്ഭുതം, ദൈവമേ അന്ന് എങ്ങനെ പിടിച്ചു നിന്നു, അന്ന് എങ്ങനെ പിടിച്ചു നിന്നു. ഒറ്റ മറുപടിയേ ഉള്ളൂ, എനിക്കറിഞ്ഞുകൂടെ ആ പ്രതിസന്ധിയിൽ തകരാതിരുന്നത് ഞാൻ പോലും അറിയാതെ. അപ്പോൾ എൻ്റെ മേൽ ഇറങ്ങി വന്ന ദൈവിക അനുഗ്രഹമായ എൻ്റെ കർത്താവ് അനുഭവിച്ച ദൈവിക സമാധാനമാണ്. ഇന്ന് രാത്രി ഞാൻ ആമേൻ പറഞ്ഞു പറയുകയാണ്, ഏതൊരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിനും പ്രതിസന്ധിയുടെ നടുവിൽ ഈ ദൈവിക സമാധാനം അനുഭവിക്കാൻ കഴിയണം. ആമേൻ പറയാൻ ഈ രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? ആ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാ. ഒരു സുവിശേഷകനല്ലേ ഞാൻ, അതുകൊണ്ട് അതും കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. ഈ സമാധാനം ആർക്കാ കിട്ടുന്നത്? ഈ സമാധാനം കിട്ടാൻ എന്നാ ചെയ്യണ്ടേ? കൊലോസ്യ ലേഖനത്തിലേക്കൊന്ന് വരാമോ? കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ. വേണ്ട ബാക്കി കൂടെ വായിച്ചോളൂ സാർ. ബാക്കി കൂടെ വായിച്ചോളൂ. താങ്ക് യു. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ആമേൻ. സന്തോഷത്തോടെ നല്ല ആമേൻ പറയാമോ? അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. സമാധാനത്തിന്റെ 2 വശങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. വളരെ ശ്രദ്ധിച്ച് ഹൃദയത്തിനകത്ത് എഴുതി വെച്ചോണം. 1, ഉണ്ടാക്കപ്പെട്ട സമാധാനം. കൊലോസ്യർ 1:20 വായിക്കുന്നു, യേശു കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനം ഉണ്ടാക്കി. എന്താ സമാധാനം ഉണ്ടാക്കേണ്ടി വന്നേ? സമാധാനം ഉണ്ടാക്കേണ്ടി വന്നതിൻ്റെ കാരണം ഞാൻ പറയാം. എങ്ങനെയാണ് സമാധാനം ഉണ്ടാക്കിയത്? എന്താണ് ഉണ്ടാകപ്പെടാൻ കാരണീയമായ പ്രതിസന്ധി വ്യക്തമാക്കാം. ഇപ്പൊ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങോട്ട് പോകുമെന്ന് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അത് ഒതുങ്ങി തീരാൻ സാധ്യതയുണ്ട്. അതവിടെ നിൽക്കട്ടെ. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും എങ്ങോട്ട് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് അവിടേക്കൊന്ന് വരാം. നമ്മുടെ ഇസ്രായേല് ഹമാസും തമ്മിലുള്ള യുദ്ധം സിറിയയിലേക്ക് നീണ്ടു, അടുത്തത് ലെബനനിലേക്ക് നീണ്ടു, യമനിലേക്ക് നീണ്ടു. അങ്ങനെ ആ യുദ്ധം ഇങ്ങനെ നടക്കുകയാണ്. അതിനിടയ്ക്ക് ആ യുദ്ധം ഒന്ന് സങ്കീർണമായെന്നങ്ങ് ഇരിക്കട്ടെ, ഒരു സങ്കല്പം പറയുകയാണ്. റഷ്യയും ചൈനയും എല്ലാ പ്രശ്നത്തിൽ ഇടപെട്ട് ഇസ്രായേലിനോട് പറഞ്ഞു അവരെ ഹമാസിന് അനുകൂലമായിട്ട് മാറി. അതൊരു വലിയ യുദ്ധമായി, ഒരു 3-ാം ലോക മഹായുദ്ധം പോലെ ആകുകയാണ്. രക്തച്ചൊരിച്ചിലുകൾ വർദ്ധിക്കുകയാണ്. ആ സമയത്ത് കല്ലിയൂരിൽ ഒരു ഭേവ, എന്നോട് ക്ഷമിക്കണേ എന്ന് പറയാം, ഏതെങ്കിലും കൊണ്ട് എന്നോട് ക്ഷമിക്കണം. കല്ലിയൂരിലൊരു ഭേവ 6 മാസം മുമ്പ് 15 ലക്ഷം രൂപ ഏജന്റിന് കൊടുത്ത് ഇസ്രായേലിൽ പോയി. ഇപ്പോൾ ഈ റഷ്യയും നമ്മുടെ ചൈനയെല്ലാം കൂടെ ഇസ്രായേലിനെതിരായി മാറി. അതൊരു മഹായുദ്ധമായി. അറബ് രാജ്യങ്ങളെല്ലാം ആ കൂട്ടത്തിൽ കൂടി. രക്തരൂക്ഷിതമാകുന്നു എന്നറിഞ്ഞപ്പോൾ നമ്മുടെ ഫേവയുടെ അപ്പനും അമ്മയും കൂടെ കല്ലിയൂരിന്ന് മോക്ക് ഫോൺ ചെയ്ത് പറയുകയാണ്, മോളെ, പൊന്നുമോളെ, 16 ലക്ഷം പോവാണ്, പോട്ടടി, എൻ്റെ മോളിഞ്ഞ് തിരിച്ചു പോവാ, നമുക്കതെങ്ങനെങ്കിലും ജോലി ചെയ്ത് വീട്ടാം, കടം വീട്ടാം. എന്താ കാരണം? ഈ യുദ്ധത്തിൽ കുഞ്ഞിന് മോക്ക് വല്ല ആപത്തും വരുമോ എന്നുള്ള മാതാപിതാക്കളുടെ ഭയവും ഉത്കണ്ഠയുമാണ് തിരിച്ചു പോരാനായിട്ട് പറയുന്നത്. എന്നാൽ ആ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെട്ടിട്ട് ലോകരാജ്യങ്ങളെല്ലാം കൂടെ കൂട്ടി ഇസ്രായേലിനെയും അപ്പുറത്ത് നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് ചർച്ച നടത്തി. പ്രശ്നം പരിഹരിക്കപ്പെട്ട് നമ്മുടെ ന്യൂസിൽ കല്ലൂരിലെ ഫേവയുടെ അപ്പനും അമ്മയും കൂടെ അത് കാണുകയാണ്. യുദ്ധം അവസാനിച്ചു, ഇനി പ്രശ്നമൊന്നുമില്ല, പ്രശ്നം പരിഹരിക്കപ്പെട്ടു.
പ്രശ്നം പരിഹരിക്കപ്പെട്ടെന്ന് അറിഞ്ഞപ്പോ അപ്പനും അമ്മയും കൂടെ മോളെ വിളിക്കുക, ഫേവെ വിളിക്കുക, മോളെ പൊന്നുമോളെ, കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മോളെ അവധി കിട്ടുമ്പോൾ വന്നാൽ മതി. കാരണം 16 ലക്ഷം രൂപ ഏജന്റിന് കൊടുക്കാനായിട്ട് നമ്മൾ പലിശയ്ക്ക് മേടിച്ചതാണ്. മോൾ ഇങ്ങോട്ട് വന്നാൽ ഇനി അത് വീട്ടാൻ ഒരു നിവൃത്തിയുമില്ല. ഇപ്പോൾ അപ്പനും അമ്മയും കൂടെ എങ്ങനെ കളം മാറ്റി ചവിട്ടിയേ? കളം മാറ്റി ചവിട്ടാൻ കാരണം അവർക്ക് സമാധാനമായി. എങ്ങനെ കിട്ടി സമാധാനം? യുദ്ധമുണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന കാരണം പരിഹരിക്കപ്പെട്ടു. ആ പരിഹരിക്കപ്പെട്ട പ്രശ്നത്താൽ ഉളവായ സമാധാനം. എന്താ കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നത്? ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്, ഒരു നല്ല ആമേൻ പറയാമോ? അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി. ആരൊക്കെ തമ്മിൽ സമാധാനമുണ്ടാക്കി? എന്തുകൊണ്ടാണ് സമാധാനമുണ്ടാക്കേണ്ടി വന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കേണ്ട 59:1, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റുന്നത് നിങ്ങളുടെ അകൃത്യമാണ്, നിങ്ങളുടെ പാപമാണ്. പാപം നിമിത്തം, അകൃത്യം നിമിത്തം പരമപരിശുദ്ധനായ ദൈവത്തിനും അധമപാപിയായ മനുഷ്യനും തമ്മിൽ ഒരിക്കലും അടുക്കാൻ കഴിയാതെ പർവ്വതം പോലെ പാപപ്രശ്നം മനുഷ്യനെയും ദൈവത്തെയും 2 ധ്രുവങ്ങളിൽ നിർത്തിയിരിക്കുകയാണ്. ഒരിക്കലും അടുക്കാൻ കഴിയാതെ ആ പ്രശ്നം ഒരു പർവ്വതം പോലെ നടുക്കുയർന്നു നിൽക്കുന്നു. അധമപാപിയായ അശുദ്ധനായ മനുഷ്യന് പരമപരിശുദ്ധനായ ദൈവവുമായി ഒരിക്കലും അടുക്കാൻ കഴിയാതെ ആ പാപപ്രശ്നം നിന്നപ്പോൾ എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്താ ചെയ്തെന്നറിയാമോ? മഹാദൈവം എന്താ ചെയ്തെന്നറിയാമോ? മനുഷ്യന് യാതൊന്നുകൊണ്ടും ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് വാഴ്ത്തപ്പെട്ട കർത്താവ് മനുഷ്യനായി ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് പിറകിൽ മണ്ണിൽ വന്നു. പ്രിയരേ, എന്തിനാണ് മണ്ണിൽ വന്നത്? ക്രിസ്തുയേശു, അതരം തുറന്നൊന്ന് സ്തോത്രം ചെയ്ത് പറയാമോ? ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യമാണ്, എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ ആമേ സന്ദേശമാണ്. ദൈവത്തിന് സ്തോത്രം. പാപിയായ മനുഷ്യ, നിനക്കൊരിക്കലും ദൈവത്തോട് അടുക്കാൻ കഴിയാതെ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയ പാപപ്രശ്നമില്ലേ? അതിന് പരിഹാരം വരുത്താൻ ദൈവം മനുഷ്യനായി മണ്ണിൽ വന്നു. ആ പേരാണ്, കരമുയർത്തി ആദരം തുറന്നു സ്തോത്രം ചെയ്തു പറ, ഏക കർത്താവും ഏക രക്ഷിതാവുമായ നസ്രയനായ യേശുക്രിസ്തു. യോഹന്നാൻ സ്നാപകനായ യേശു കർത്താവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 1 പത്രോസ് 2:24, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടുന്നതിന് യേശു തന്റെ ശരീരത്തിൽ, ഒരാമയം പറഞ്ഞു പറയാമോ? യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു. ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, യേശു ക്രൂശ് ചുമന്നു. സത്യം സത്യം സത്യം, ക്രൂശിലല്ല മാനവവർഗത്തിന്റെ പാപം ചുമന്നത്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവെഴുത്ത് പറയുന്നു, തന്റെ ശരീരത്തിലാണ് മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും പാപം ചുമന്നത്. ഇന്ന് രാത്രി നിങ്ങൾ ആ ക്രൂശിലേക്കൊന്ന് നോക്കിക്കേ. തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ട്, കണ്ണുകെട്ടി തല്ലപ്പെട്ട്, മുഖത്ത് തുപ്പലേൽക്കപ്പെട്ട്, പുറമുഴുവ് ചാലുപോലെ അടിച്ചു കീറപ്പെട്ട്, അസ്ഥികളുടെ ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ട്, മുൾക്കിരീടം ചൂടിയ തല മറ്റൊരിടത്തും ചായ്ച്ചു വെക്കാൻ ഇടമില്ലാതിരുന്നത് കൊണ്ട് സ്വന്തം തോളോട് ചായ്ച്ചു വെച്ച് എന്റെ രക്ഷിതാവ് കിടക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടോ? ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് പിറകിൽ ആ ക്രൂശീകരണം നടക്കുന്നതിന്
700 വർഷങ്ങൾക്ക് പിറകിൽ പ്രവചന കുന്നിന്മേൽ നിന്നുകൊണ്ട് പ്രവാചക വരണ്യനായ യെശയ്യാവ് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ. എത്ര പേർക്ക് ആദരം തുറന്ന് സ്തോത്രം ചെയ്യാൻ കഴിയും? നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ചുമത്തി. മനുഷ്യ, നിനക്ക് ദൈവത്തോട് ഒരിക്കലും അടുക്കാൻ കഴിയാതെ തടസ്സമായി നിന്ന് ആ പാപ പ്രശ്നത്തെ യേശു തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. പാപത്തിന്റെ ശമ്പളമായ മരണം, യേശു ക്രിസ്തുവിന്റെ മരണത്താൽ ദൈവത്തിന് സ്തോത്രം, പാപത്തിന്റെ പരിഹാരം സംഭവിച്ചു. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയാം, യേശു ക്രിസ്തുവിന്റെ ക്രൂശും മരണത്താൽ, താൻ ക്രൂശിൽ ഒഴുക്കിയ പരിശുദ്ധ രക്തത്താൽ ദൈവത്തോട് മനുഷ്യൻ അടുക്കാൻ തടസ്സമായി നിന്ന് പാപപ്രശ്നം പരിഹരിക്കപ്പെട്ടതുകൊണ്ട്, ആ പാപപ്രശ്നം ക്രൂശിൽ പരിഹരിക്കപ്പെട്ടതുകൊണ്ട്, ആ പ്രശ്ന പരിഹാരത്താൽ എനിക്ക് ദൈവത്തോട് സമാധാനമുണ്ടായി. റോമർ 5:1 അതരം തുറന്നു സ്തോത്രം ചെയ്തു പറ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. കരമുയർത്തി ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? ദൈവത്തോട് സമാധാനമായവർക്ക്, നീതീകരിക്കപ്പെട്ടവർക്ക് ദൈവം കൊടുത്ത അനുഗ്രഹമാണ് അനുദിന ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന ദൈവിക സമാധാനം. ഒരാമേനോട് ചേർന്നെന്ന് പറയണം. ആർക്കാണ് ഈ സമാധാനം? യേശു ക്രിസ്തുവിന്റെ ക്രൂശും മരണം എൻ്റെ പാപപരിഹാരത്തിനു വേണ്ടിയായിരുന്നു എന്ന് ആര് ഹൃദയംഗമമായി അംഗീകരിക്കുന്നുവോ, യേശു ക്രിസ്തുവിനായി സമർപ്പിക്കപ്പെടുന്നുവോ, അവർക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് അവർ നിരന്നു. അങ്ങനെ ദൈവത്തോട് നിരന്നവർക്ക്, ദൈവത്തോട് സമാധാനമായവർക്ക് അനുദിന ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന അതുല്യമായ അനുഗ്രഹമാണ്. ഒന്ന് സ്തോത്രം ചെയ്ത് പറ, ദൈവിക സമാധാനം. നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഞാൻ അതിനെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നമ്മൾ എഴുന്നേറ്റ് നിന്നൊരു ഗാനത്തിന്റെ ഈരടികൾ ചേർന്ന് പാടി ആത്മാവിൽ സന്തോഷിച്ച് വേണം പോകാൻ. ഇപ്പൊ ആരും എഴുന്നേക്കരുത്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. നമ്മുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, മുങ്ങിപ്പൊങ്ങി 2 അന്യഭാഷയും കൂടെ പറഞ്ഞാൽ പിന്നെ ഒരു മൂക്കിപ്പനിയും വരാൻ പാടില്ല. ഒരാമേനെന്ന് പറ. അങ്ങനെങ്ങാനും വന്നു പോയാൽ മനുഷ്യനോട് പൊട്ടിത്തെറിക്കും, ദൈവത്തോട് പുറുകുറുക്കും. ആ പാസ്റ്റർക്ക് കൃപയില്ല, മറ്റേ പാസ്റ്റർക്ക് ആ കൃപ. നമ്മുടെ ഇടയിൽ ഒത്തിരി സങ്കുചിത മനോഭാവങ്ങളുണ്ട്. ദൈവമക്കളെ ഞാൻ കുറ്റം പറയുന്നില്ല, ഒരു പരിധിവരെ ഞങ്ങൾ അതിൻ്റെ ഉത്തരവാദികളാണ്. കാരണം ദൈവവചനത്താൽ നിത്യതയ്ക്കു വേണ്ടി ജനത്തെ ഒരുക്കുക എന്നതിനപ്പുറത്ത് താൽക്കാലികമായ പൊട്ടിത്തെറികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടതുകൊണ്ട് ദൈവവചനത്തിൻ്റെ സംശുദ്ധി ഉണ്ടാകുന്നില്ല. നിത്യതയുടെ വെളിപ്പാട് മനുഷ്യരിൽ നിന്ന് അന്യം നിന്നു പോകുന്നു. അത് സംഭവിക്കാതിരിക്കാൻ ഏത് പ്രതിസന്ധികളുടെ നടുവിലും നമ്മെ കരുത്തുള്ളവരാക്കി മാറ്റുന്ന ദൈവവചനത്തിന്റെ ചിന്തകൾ തരണമെന്ന് അതരം തുറന്ന് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വചനത്തിന്റെ ചിന്ത പറഞ്ഞ് അവസാനിപ്പിക്കുക. യാക്കോബ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്, സഹിഷ്ണുത കാണിച്ചവരെ ഭാഗ്യവാന്മാർ എന്ന് നാം പുകഴ്ത്തുന്നു. അടുത്തത്, യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടു. അടുത്തത്, ഇന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ദൈവം വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. ഒരാമേനെന്ന് പറ. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടു, ദൈവം വരുത്തിയ അവസാനം കണ്ടു. രണ്ടും പറഞ്ഞാൽ അവസാനിപ്പിക്കാം. പ്രശ്നങ്ങളുണ്ട്. ഒരാമേനൊന്ന് പറ. ഒരു നല്ല ആമേനൊന്ന് പറഞ്ഞേ. യാക്കോബ് അപ്പോസ്തലൻ പുതിയ നിയമത്തിലല്ലേ ലേഖനം എഴുതുന്നേ? ആണോ? അന്നേരപ്പോഴല്ലേ പറയുന്നേ? അതോ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെട്ട് ഇനി ഒന്നുമില്ലെന്നാണോ? അല്ല. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടു. അപ്പൊ പ്രതിസന്ധി ഉണ്ട്. 2, ദൈവം വരുത്തിയ
അവസാനം കണ്ടുമിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയാം, പ്രശ്നങ്ങളുണ്ട്, പക്ഷെ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമുണ്ട്. ഒരു നല്ല ആമേൻ സന്തോഷത്തോടെ പറയാൻ കഴിയോ? പ്രതിസന്ധികളുണ്ട്, പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്, പക്ഷെ പരിഹാരത്തിനൊരു സമയമുണ്ട്. രക്തം ജയം. എത്ര പേർക്ക് തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയും? പ്രതിസന്ധികളുണ്ട്, പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്, പരിഹാരത്തിനൊരു സമയമുണ്ട്. ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് പറ, ഏത് പ്രതിസന്ധിയാണെങ്കിലും ദൈവം അതിന് നിശ്ചയിച്ചൊരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞ് ഒരു സെക്കൻഡ് എൻ്റെ കുടുംബത്തിനും എൻ്റെ മിനിസ്ട്രിക്കും എനിക്കും ഇതിനെ നിൽക്കാൻ സാധിക്കില്ല. എത്ര പേർക്ക് ആധാരം തുറന്ന് സ്തോത്രം പറയാൻ കഴിയും? 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, പ്രതിസന്ധികൾക്ക് ദൈവം കുറിച്ച സമയമുണ്ട്. ആ സമയം കഴിഞ്ഞൊരു സെക്കൻഡ് ഒരു പ്രതിസന്ധിയും നിൽക്കാൻ ദൈവം അനുവദിക്കയില്ല. അതരം തുറന്ന് ചങ്കുറ്റത്തോടെ ഈ രാത്രി സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. പ്രതിസന്ധിയുണ്ട്, പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്, പരിഹാരത്തിന് സമയമുണ്ട്. സമയത്ത് പരിഹാരം വരുന്നിടം വരെ നിലനിർത്താൻ സമാധാനവുമുണ്ട്. ഒരാമേനൊന്ന് സന്തോഷത്തോടെ പറയാമോ? പ്രതിസന്ധികളുണ്ട്, പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്, പരിഹാരത്തിന് സമയമുണ്ട്, പരിഹാരം സമയത്ത് വരുന്നിടം വരെ നിലനിർത്താൻ സമാധാനവുമുണ്ട്. ഇത്ര നല്ലൊരു ദൈവത്തെയായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നതെങ്കിൽ എന്തിനാ ആശങ്ക, എന്തിനാ നിരാശ? ഇന്ന് രാത്രി നിരാശയുടെ കടുങ്കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ് സ്തോത്രം ചെയ്ത് പറ, എനിക്കെന്റെ ദൈവത്തെ അറിയാം. രക്ഷിക്കപ്പെട്ട യേശുവുമായി നിരപ്പ് പ്രാപിച്ച യേശു പിതാവുമായി നിരന്ന വിശ്വാസിയെ ഇന്ന് രാത്രി പ്രതിസന്ധിയുടെ നടുവിൽ പതറാതെ സ്തോത്രം ചെയ്തു പറ, എന്നെ നിലനിർത്തുന്ന ഒരു ദൈവിക സമാധാനം. ആ ദൈവിക സമാധാനം അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. എന്നിട്ടൊരു ഗാനത്തിന് ഈരടികൾ ചേർന്ന് പാടി നാം ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പോവുകയാണ്. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനമാണ്, യേശുവിൻ നാമം യേശുവിൻ നാമോ. എല്ലാ കരങ്ങളും അടിച്ച് എല്ലാ അധരങ്ങളും തുറന്ന് ഒരുമിച്ച് പാടി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്കൊരു ആത്മനിയോഗമുണ്ട്. അതുകൊണ്ട് എല്ലാവരും കരമടിച്ച് അധരങ്ങൾ തുറന്ന് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നാം ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നദി പോലെ കവിയുന്ന ദൈവിക സമാധാനം ഇന്ന് രാത്രി ദൈവം നമ്മുടെ മേൽ പകരട്ടെ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം, അതേ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ മേൽ പകരപ്പെടേണ്ടുന്നതിന് കരമടിച്ച് അന്യ ഭാഷയിൽ